ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായ തിരുവെഴുത്ത് നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയ്ക്ക് എഴുതിയ ലേഖനം, എബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 തിരുവചന ഭാഗമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്കായി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ധ്യാനിക്കുന്നത്. ആ വാക്യം മൈക്കിൽ കൂടെ പ്രിയപ്പെട്ടവർ വായിച്ച് സഹായിക്കും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. മതി. വളരെ പരിചിതമായ വേദഭാഗമാണ്. ഈ വേദഭാഗത്തിനകത്ത് പ്രധാനപ്പെട്ട ഗൗരവമേറിയ രണ്ട് ചിന്തകൾ നിഴലിച്ചു നിൽക്കുകയാണ്. ഒത്തിരി ചിന്തകളുണ്ട് ആ കൊച്ചു വാക്യത്തിൻ്റെ അകത്ത്. എന്നാൽ ഏറ്റവും ഗൗരവമേറിയ രണ്ട് ചിന്തകൾ നിഴലിച്ചു നിൽക്കുന്നൊരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആ പ്രധാനപ്പെട്ട രണ്ട് ചിന്തയിൽ ഒന്ന്, അനേകരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ കാൽവരിയിൽ അർപ്പിക്കപ്പെട്ട യേശു. രണ്ടാമത്തെ ചിന്ത, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ വീണ്ടും വെളിപ്പെടാൻ പോകുന്ന അതേ യേശു ക്രിസ്തു. നിങ്ങൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഞാൻ ഓർത്തു ഇനി സെമിത്തേരി വല്ലതും ആണോ യോഗം നടക്കുന്നതെന്ന്. കാര്യം, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതലിന് ഈ ലോകത്തിൽ സന്തോഷത്തോടെ സ്തുതിക്കാൻ വകയുള്ള ഒരു ഒറ്റ ദൂതുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ മടങ്ങി വരവാ. അത് കേട്ടിട്ട് സന്തോഷിക്കാത്തവൻ പിന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പെന്തക്കോസ് പാരമ്പര്യം എനിക്കില്ലെന്ന് നിങ്ങൾക്കറിയാലോ. എങ്കിലും ആ രക്ഷിക്കപ്പെട്ട കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നു, നമ്മുടെ ദൈവദാസന്മാരൊക്കെ സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കാൻ ഇതാ സമയം അടുത്തു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് അവിടെ പ്രസംഗം നടക്കുകയില്ല. കാര്യം ഇത് കേൾക്കുന്ന ജനം ആത്മാവിലാകും. പിന്നെ ആ ഒരു അന്തരീക്ഷം നിർത്തിവെച്ച് വേണ്ട ബാക്കി പ്രസംഗിക്കുക. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഇന്ന് കാണുന്ന ഈ പയറും തീയും ഒന്നുമല്ല. ഇന്നിപ്പോൾ സ്റ്റേജിൽ കിടന്ന് ഓട്ടം തുള്ളൽ നടത്തി ഗ്ലാസും ചെക്കും ചവിട്ടി പൊട്ടിച്ച് 4 എണ്ണത്തെ തള്ളിയിട്ട് നടുവൊടിച്ചാൽ നമ്മൾ പറയുന്നത് ഉണർവെന്ന് പറയും. ഒന്നും അല്ല ഉണർവ്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാശയാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ ഏക പ്രത്യാശ. ഇപ്പൊ ആ പ്രത്യാശയുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അത് ഞാൻ പിന്നാലെ വിശദീകരിക്കാം സമയമുണ്ടെങ്കിൽ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചിന്ത. ഒന്ന്, അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ക്രിസ്തു. രണ്ട്, തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരുന്ന അതേ ക്രിസ്തു. യേശു വീണ്ടും വരും. പോരാ, യേശു വേഗം വരും. ആമേൻ. ഈ രണ്ട് ചിന്തകളൊന്ന് പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഇതിൽ ഒന്നാമത്തെ ചിന്ത 100% സുവിശേഷമാണ്. അതാണ് ഒരല്പം പറയേണ്ടിയത്. രണ്ടാമത്തെ ചിന്ത ഈ സുവിശേഷം സ്വീകരിച്ച് അകത്തു വന്നവനോട് പറയേണ്ടതാണ്. അത് ഒത്തിരി പറയല്ലേ എന്നാ പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം, അകത്തു വന്നവരോട് ഞാൻ പറയാൻ തുടങ്ങിയാൽ ഇച്ചിരി ബുദ്ധിമുട്ടും. അതുകൊണ്ട് പുറത്തുള്ളവരോട് കൂടുതൽ പറയാനായിട്ടാണ് ഞാനും താല്പര്യപ്പെടുന്നത്. ആമേൻ. ഇവിടെ പറയുകയാണ്, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നത്. ആരാ നിയമിച്ചത്? ദൈവം നിയമിച്ച നിയമനമാണ്. ഒരിക്കലും മരിക്കണം, പിന്നെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കണം. ഇന്ന് നമ്മൾ ആധുനിക കാലഘട്ടം പഠിച്ചാൽ പുതിയ തലമുറ ദൈവമില്ലെന്ന് പറയുന്ന ഒരു തലമുറയാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒക്കെ അതിപ്രസരമുള്ളൊരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ തുറന്നു നോക്കിയാൽ നേരം വെളുത്തോ വൈകുന്നേരം വരെയും തന്നെയും പിന്നെ അവിടെ ഇവിടങ്ങളിലൊക്കെ കാണുന്നത് ദൈവമില്ല എന്ന് പറയുന്നവരുടെ വാദഗതികളാണ്. ദൈവമില്ല. എന്താ ദൈവമില്ലാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയും, മനുഷ്യന് പണമുണ്ടെങ്കിൽ, അധികാരമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ടെങ്കിൽ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത എന്ത് കാര്യമാണ് ലോകത്തിലുള്ളത്? പണവും അധികാരവും ആരോഗ്യവും ബുദ്ധിയും കഴിവുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല എന്നാണ് ദൈവമില്ലാത്തവരുടെ വാദം. അങ്ങനെയുള്ള ചിലരോടൊക്കെ വല്ലപ്പോഴും സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുള്ളൊരു വാചകം
ഇവിടെയും പറഞ്ഞു വിടാം. ദൈവമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ചാരുമൂട്ടിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഈ വേദപുസ്തകമാകുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അത് നിയമിച്ചത് ദൈവമായതുകൊണ്ട് ദൈവമില്ലെന്ന് പറയുന്ന ആളുകൾ പണം ഉപയോഗിച്ചോ, പദവി ഉപയോഗിച്ചോ, അധികാരം ഉപയോഗിച്ചോ, ആരോഗ്യം ഉപയോഗിച്ചോ, കഴിവുപയോഗിച്ചോ, ബുദ്ധി ഉപയോഗിച്ചോ, എന്തുപയോഗിച്ചാലും വേണ്ടിയില്ല, ഈ ദൈവം വെച്ച നിയമം ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ ഇനി ഒരു മനുഷ്യനും മരിക്കരുത്. കാരണം അത് ദൈവം നിയമിച്ചെന്നല്ലേ പറയുന്നത്. അങ്ങനാണെങ്കിൽ ദൈവമില്ലെന്ന് പറയുന്ന ആൾ ഈ നിയമനം ഒന്ന് മാറ്റണം. പണമോ പദവിയോ അധികാരമോ പവറോ എന്തോ ഉപയോഗിക്കാം, ഇനി ഒരു മനുഷ്യനും മരിക്കരുത്. അങ്ങനെ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിക്കാൻ ഏതെങ്കിലും മനുഷ്യൻ ചാടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ടുപിടുത്തം കണ്ടുപിടിച്ച് തീരുന്നതിന് മുമ്പേ അവനും തട്ടിപ്പോകുന്നതാണ് ചരിത്രം. അതുകൊണ്ട് ദൈവമില്ല എന്നാരും പറയരുത്. വേദപുസ്തകം പറയുന്നു, ദൈവമില്ല എന്ന മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അങ്ങനെ ഏതെങ്കിലും മൂഢന്മാർ ചാരുമൂട്ടിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. ദൈവമുണ്ട്. ആമേൻ. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ പ്രദേശത്ത് കേൾക്കുന്നവരാരും പാരമ്പര്യ ക്രിസ്ത്യാനികളല്ല, എൻ്റെ പശ്ചാത്തലമുള്ളവരാണ് കൂടുതലും കേൾക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ ബന്ധപ്പെട്ട ചില കാര്യങ്ങളോടൊക്കെ എനിക്ക് പറയേണ്ടതായിട്ട് വരും. പ്രാർത്ഥനയോടിരിക്കും, പേടിച്ചിരിക്കരുത്, പ്രാർത്ഥനയോടിരിക്കണം. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യനായി പിറന്നവരെല്ലാം ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ചിലപ്പോൾ ഇടയ്ക്കൊരു ചോദ്യം വരും, അതിനാ മൃഗങ്ങളും പക്ഷികളും ഒന്നും മരിക്കത്തില്ലെന്ന്. മരിക്കും. അതൊന്നും ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കത്തില്ല. കാരണം അതിനൊന്നും ആത്മാവില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഇത് രണ്ടും ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന് ദൈവം നിയമിച്ചിരിക്കുന്നു. ആ ഭാഗം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതല്ല പ്രസംഗ വിഷയം. അടുത്ത ഭാഗമാ പറയുന്നത്, അങ്ങനെ തന്നെ ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ കുറിച്ച് അല്പം വിശദമായി തന്നെ പൗലോസ് പിന്നെ പറഞ്ഞു. എവിടെ? തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ അല്പം കൂടെ വ്യക്തമാക്കി അതിൻ്റെ ഇണവാക്യം കിടപ്പുണ്ട്. ഒരിക്കലായി കാൽവരിയിൽ അർപ്പിക്കപ്പെട്ട യേശു ഈ എന്തിനാണ് അർപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 15-ാം വാക്യം മറുപടി പറയും. വായിക്കാം. 1 തിമോത്തിയോസ് 1:15. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ മതി. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് പണ്ടുകാലത്ത് ഏതെങ്കിലും മുത്തശ്ശിമാര് പറഞ്ഞുണ്ടാക്കിയ ഒരു മുത്തശ്ശിക്കഥയല്ല, വായിച്ചു മറന്ന ചിത്രകഥയിലെ നായകനല്ല, ഏതെങ്കിലും ഐതിഹ്യങ്ങളിലെ ഐതിഹ്യ പുരുഷനല്ല. മറിച്ച് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തരം തിരിച്ചുകൊണ്ട് ചരിത്രമധ്യേ ജീവിക്കുന്ന ചരിത്ര പുരുഷനായ യേശു. ആമേൻ. യേശുക്രിസ്തു എന്തിനു വന്നു ലോകത്തിൽ? പാപികളെ രക്ഷിപ്പാൻ. ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ലോകത്തിൽ മതം സ്ഥാപിക്കാൻ വന്നു, അല്ലെങ്കിൽ മതം മാറ്റുവാൻ വന്നു എന്ന് വചനത്തിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പിച്ചും തറപ്പിച്ചും ചാരുമൂടിനോട് പറയാം, ഞാൻ ഈ പുസ്തകം കൈകൊണ്ടുപോലും തൊടുകയില്ലായിരുന്നു. പകരം ഈ പുസ്തകം അഭിമാനത്തോടെ പ്രസംഗിക്കാൻ കാരണം യേശുക്രിസ്തു ലോകത്തിൽ വന്നത് മതം സ്ഥാപിക്കാനല്ല, മതം മാറ്റാനല്ല. മതപുരോഹിതന്മാർക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. മതപുരോഹിതന്മാരായ പരീശന്മാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ കാടും കടലും കടന്ന് മതത്തിൽ ആളെ ചേർക്കുകയും ഒടുവിൽ അവരെ ഇരട്ടി നരകത്തിന് യോഗ്യരായി നശിപ്പിക്കുകയും ചെയ്യുന്നെന്ന് പറഞ്ഞും കൊണ്ട് മതപുരോഹിതന്മാർക്കെതിരെ, പരീശന്മാർക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. അല്ല, കാരണം ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുള്ളൊരു ചിന്ത പറയാം കേട്ടോ. ഞാൻ ഈ പുസ്തകം ആവർത്തിച്ച് വായിച്ചിട്ടുള്ളയാളാ. അപ്പോഴൊക്കെ ഞാൻ കണ്ടത്, വചനം കേട്ടവരുടെ മേൽ
പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും കണ്ട് വിസ്മയിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ. ആമേ, വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നെന്ന് പലയിടത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പലപ്പോഴും അതിശയിക്കുന്നത്, ആമേൻ, ഇന്ന് 1.5-2 മണിക്കൂർ കുത്തിയിരുന്ന് വചനം കേട്ടാലും ഒരുത്തൻ്റെയും ഒരുത്തിയുടെയും മേൽ ഈ ആത്മാവ് വരുന്നത് കാണുന്നില്ല. പകരം പാട്ട് പാടി ആ പാട്ടിൻ്റെ അവസാനത്തെ വരി രണ്ടാമത് പാടി പിന്നൊന്നുകൂടെ എടുത്തു പാടി കഴിയുമ്പോൾ എല്ലാവരിലും വരുന്ന കാണാം ആത്മാവ്. അത് ഏത് ആത്മാവാന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എന്നാൽ ബൈബിളിൽ പറയുന്നത് പാട്ട് കേട്ടപ്പോൾ വന്ന ആത്മാവിനെ കുറിച്ചല്ല, വചനം കേട്ടപ്പോൾ തിരുവെഴുത്തകത്ത് ചെന്ന് തട്ടിയപ്പോൾ അവൻ തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നെന്ന് എഴുതിയിരിക്കുന്നത് പോലെ, ആമേൻ, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങൾ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തേക്ക് തുളച്ചു കയറിയപ്പോൾ ആമേൻ അവരുടെ ഉള്ളം കത്തിയിട്ട് അവരാത്മാവിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയുള്ള അനുഭവം ചില ചർച്ചിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചില ചർച്ചിൻ്റെ അകത്ത് ഇങ്ങനെ ബൈബിൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വളരെ ശാന്തമായ എല്ലാവരും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ചില വേദഭാഗങ്ങൾ അങ്ങോട്ട് പുറപ്പെടുന്ന സമയമുണ്ടല്ലോ. ഈ കസേരയിൽ ഇങ്ങനെ ഉണക്ക ചുള്ളിക്കമ്പ് പോലിരിക്കുന്ന ചില അമ്മച്ചിമാര് ആമെ പരിസരം മറന്ന ഒറ്റ ആത്മാവിൽ ഒരു അന്യഭാഷയിൽ ഒരു ആരാധനയൊക്കെ അങ്ങ് വെളിപ്പെടും. അപ്പോഴാ ഞാൻ കാണുന്നത് ഈ മുമ്പിൽ ഇരിക്കുന്ന പിള്ളേരും ആമൻ ചേച്ചിമാരെല്ലാം പയ്യോ തിരിഞ്ഞ് അമ്മച്ചിയെ നോക്കിയിട്ട് വാവത്തി ഒരു ചിരിയുണ്ട്. സത്യത്തിൽ അവിടെ ആത്മാവിൽ ആരാധിച്ചത് ആ അമ്മച്ചിയാ. ബാക്കിയുള്ളതെല്ലാം ഈ കീബോർഡിന്റെ ടെമ്പോ കൂടി തുത്തുന്ന് കൂടിയപ്പം കൂടി തുത്തുന്ന് കുറഞ്ഞപ്പോൾ കുറഞ്ഞു. ആ ആത്മാവല്ല അമ്മച്ചിക്ക് വന്നത്. ജീവന്റെ വചനം അകത്തേക്ക് കടന്നു ചെന്നപ്പോൾ പരിസരം നോക്കിയില്ല, ഇരുന്നടം നോക്കിയില്ല. അവരറിയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി ഒരു നാണവുമില്ലാതെ. അതാ ഈ ദൈവവചനത്തിന്റെ പ്രസക്തി. പോട്ടെ, വിഷയത്തിലോട്ട് തിരിച്ചു വരാം. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഒന്നാമനാണെന്ന് പറഞ്ഞു പൗലോസ്. എന്താ പൗലോസ് അങ്ങനെ പറയാൻ കാരണം? പറയാം. അതിന്റെ 12 മുതൽ വായിക്കുമ്പോൾ അതിന്റെ കാരണം കിട്ടും. ഒന്ന് വായിച്ചു കൊടുത്താട്ടെ. 1:12 മുതൽ, തിമോത്തിയോസ് 1-ാം അധ്യായം 1:12 മുതൽ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട്. ആ പദം ഇവിടെ ഇരിക്കുന്ന ഉപദേശിപ്പണി ചെയ്യുന്നവരെല്ലാം കാതു തുറന്ന് കേട്ടോണം. കാരണം ഇടയ്ക്കെങ്കിലും ഒക്കെ നിങ്ങളോടൊന്നും മിണ്ടാതെ പോയാൽ മോശമല്ലേ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പൊടിയായി ഒരു നുറുങ്ങായി തന്നുവിടാം. ഇവിടെ ഇരിക്കുന്ന ദൈവവേലയ്ക്ക് ഇറങ്ങിത്തിരിച്ചവരും ഇറങ്ങാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ വേദഭാഗം ഒന്ന് ഹൃദയപ്പലകയിൽ കുറിച്ചിട്ടോണം. എന്നെ ദൈവം വിശ്വസ്തൻ എന്ന് എണ്ണി ഈ ശുശ്രൂഷയ്ക്ക് ആയതുകൊണ്ടെന്നല്ല വാക്യം, ശ്രദ്ധിച്ചോണം, വേണേ വരയിട്ടോണം. ഈ ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം, നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതും ശുശ്രൂഷയ്ക്കാക്കിയതും സംഘടനയല്ല, പ്രസ്ഥാനങ്ങളല്ല, സൂപ്രണ്ടല്ല, റവഡോ ഒന്നുമല്ല. പിന്നെയോ സ്വർഗത്തിലെ ദൈവമാണ് ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. ഈ ബോധം ഇടയ്ക്ക് മറന്നു പോകുമ്പോഴാണ് നീ ദൈവത്തെ മറന്നിട്ട് പ്രസ്ഥാനത്തെ പ്രസാദിപ്പിക്കാൻ നടക്കുന്നത്. പ്രസ്ഥാനത്തെ പ്രസാദിപ്പിക്കാതെ ഇന്ന് അന്ത്യകാലത്ത് ഈ രാത്രിയിൽ ഒരു തീരുമാനമെടുക്കണം. എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതും ശുശ്രൂഷയ്ക്കാക്കിയതും ഉയരത്തിലെ ദൈവമാണെങ്കിൽ എനിക്കൊരാളെയെ പ്രസാദിപ്പിക്കാനുള്ളൂ, അത് വിളിച്ച ദൈവത്തെ മാത്രമാണ്. ആമേൻ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ സെക്രട്ടറിയും ട്രഷറയൊക്കെ പ്രസാദിപ്പിക്കാൻ നടന്ന എൻ്റെ പൊന്നച്ച കർത്താവ് കൂടെ കാണത്തില്ല. ഈ ഉലകം മുഴുവൻ കൂടില്ലെങ്കിലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഉലകത്തെ നിർമ്മിച്ച ദൈവം കൂടെ കാണും. അതിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാ ഞങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഇവിടെ സൂപ്രണ്ടിനെയും സെക്രട്ടറിയും ട്രഷറയും ഒന്നും പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല. പൊട്ടനെ പോലെ റോഡിൽ കവലയിൽ നിന്ന് സുവിശേഷം പറയുന്നവരാ ഞങ്ങൾ. ഇന്നലെയും മെനിഞ്ഞാന്നും ഒക്കെ പകല് സമയങ്ങളിൽ തിരുവല്ലായിലും നിരണം ഭാഗത്തും ഒക്കെ പരസ്യയോഗത്തിൽ പ്രസംഗിച്ച അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം, ഇന്നലെ ഇവിടുത്തെ നോട്ടീസ് കണ്ടിട്ട് ഒരാൾ എന്നെ വിളിച്ചു, ഷമീർ പാസ്റ്റർ ചാരുമൂട് വരുന്നുണ്ടെന്ന് കണ്ടു. ഞാൻ പറഞ്ഞു അതെ വരുന്നുണ്ട്. എന്നാ ഈ റവയായെന്ന് ഞാൻ പറഞ്ഞു. റവയോ? ആര്? ആൾ പറഞ്ഞു ഞാൻ നോട്ടീസ് ഒന്ന് എടുത്ത് നോക്കാം. നോട്ടീസ് എടുത്ത് നോക്കിയപ്പോൾ ദാണ്ടടാ ഇവിടുത്തെ നോട്ടീസ് എഴുതി വെച്ചിരിക്കുന്ന റവ ഷമീർ കൊല്ലം. എൻ്റെ പൊന്നച്ച, ഞാൻ റവയൊന്നും ആയിട്ടില്ല.
കവലയിൽ പ്രസംഗിക്കുന്ന സുവിശേഷകനാണ്. അതിനപ്പുറത്ത് അറിഞ്ഞോ അറിയാതെ ഇനി മീറ്റിങ്ങിന് വിളിക്കുന്ന ഒരുത്തനും റവയെന്ന് വെച്ചാൽ ആ മീറ്റിങ്ങിന് ഞാൻ വരത്തില്ല, പറഞ്ഞേക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടെ വേണ്ട. റവയും മൈദായും ഒക്കെ താല്പര്യമുള്ള അണ്ണന്മാർ ഒത്തിരി ഉണ്ട്, അങ്ങോട്ട് കൊടുത്തേക്കണം. ഇന്നലെ സാവിച്ചാൻ ഇവിടെ പ്രസംഗിക്കേണ്ടത് സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ട് നടന്നില്ല. സാവിച്ചാനും വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ നമ്മളൊക്കെ എപ്പോഴാണ് റവയായെന്ന് എന്നോട് ചോദിച്ചു ഇന്നലെ രാത്രി. അതുകൊണ്ട് ഞങ്ങളാരും റവയൊന്നുമല്ല. റവയും മൈദായും ഒക്കെ ആകാൻ കൊതിച്ചു നടക്കുന്ന അണ്ണന്മാരുണ്ട്. അവർ മേപ്പോട്ടോ പോകുന്നില്ല. ഇവിടെങ്കിലും റവയായിക്കോട്ടെ. ഞങ്ങൾക്കൊക്കെ മേപ്പോട്ട് പോകാൻ താല്പര്യമുള്ളവരാ. അതുകൊണ്ട് ആ പണിയൊന്നും വെക്കരുത്. ഇനി വിളിക്കാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെ വെക്കരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നോക്കണം. പൗലോസ് പറയുകയാണ്, എനിക്ക് ശുശ്രൂഷയ്ക്ക് ശക്തി നൽകിയ ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷയ്ക്ക് ആക്കിയ ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഉലകത്തിൽ ആരെയാ പേടിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നെ വിളിച്ച് വളരെ വിഷമത്തോടെ പറഞ്ഞു, പാസ്റ്ററെ ശുശ്രൂഷയിൽ ആരുമല്ലാതെ ഒന്നുമല്ലാതെ റോഡിൽ നിന്നപ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ശുശ്രൂഷയിൽ ദൈവം ഉപയോഗിച്ച് വന്നപ്പോഴത്തേക്ക് അതും ഇതും പറഞ്ഞങ്ങ് മനസ്സ് വേദനിപ്പിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. എന്താ? ഈ ചാരുമൂട്ടിൽ ഷമീർ കൊല്ലം ഇവിടെ വന്ന് എത്ര മിനിറ്റ് എത്ര നേരം എന്തു പ്രസംഗിക്കണമെന്ന് കർത്താവിന് ഇഷ്ടമില്ലേ? കർത്താവിന് പ്ലാനുണ്ട്. ഇനി ഞാനിവിടെ പ്രസംഗിക്കേണ്ടെന്ന് കർത്താവിന് ഇഷ്ടമില്ലേ? എനിക്ക് ഒട്ടുമില്ല. കർത്താവിന് ഇഷ്ടമില്ല, പിന്നെ ഞാൻ എന്നാ പ്രസംഗിക്കുന്നത്? അപ്പം നീ എവിടെ പ്രസംഗിക്കണം, എത്ര നേരം പ്രസംഗിക്കണം, എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് എന്നെ നിങ്ങളെ കുറിച്ച് പ്ലാൻ ഉണ്ടെന്നേ. ഇപ്പൊ ആ കർത്താവിന് ഇഷ്ടമില്ല, നീ സൂചിയുടെ വേല ചെയ്യാൻ ആ യേശുവിന് ഇഷ്ടമില്ല, പിന്നെ നിനക്കെന്നെ എത്ര നിർബന്ധം? അപ്പൊ യേശുവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഉള്ള കാലത്തോളം നീ ഇവിടെ തന്നെ കാണും, ഈ ശുശ്രൂഷയെ തന്നെ കാണും, നീ എവിടെയും പോവുകയല്ല. എന്നാൽ കർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ നീ ഈ പണിക്ക് നിൽക്കരുത്. വെറുതെ കടം കയറി ബാധ്യത കയറി അവസാനം വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ആയി പോകും. പിന്നെ മക്കൾ ചോദിക്കും, എന്തിനാ അപ്പം ഈ പണിക്ക് ഇറങ്ങിയെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ചോദിപ്പിക്കല്ലേ. കർത്താവിന് ഇഷ്ടമുണ്ടോ? 1 രൂപ വേണ്ട, അഭിമാനത്തോടെ പറയാം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു ശുശ്രൂഷകനായി കൃപയാൽ കഴിഞ്ഞ കാലങ്ങളിൽ പൊതു ശുശ്രൂഷകനായി നിന്നു. ഇപ്പോൾ കുണ്ടറയ്ക്കടുത്ത് ഒരു ചർച്ചിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ സഭയുടെ പാസ്റ്ററാന്ന് പറയാം. ഇപ്പോൾ ചിലർ ചോദിക്കും, IPC പുറത്താ ആര്? ഇപ്പോഴും IPCയുടെ പാസ്റ്റർ തന്നെയാണ്. പുറത്താക്കുമെന്നൊക്കെ ചിലർക്ക് മോഹിക്കുന്നതെല്ലാം നടക്കണമെന്നൊന്നുമില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ആക്കിയെന്ന് പറഞ്ഞാലും സ്വർഗത്തിൽ നിന്നൊന്നും അല്ലല്ലോ. അതുകൊണ്ട് വലിയ വിഷമമൊന്നും ഇല്ല, തൽക്കാലം ആക്കിയിട്ടില്ല. അതുകൊണ്ട് കുണ്ടറയിൽ ഒരു പുതിയ ആരാധനയുടെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചാരുമൂട്ടി ഞാൻ ഈ പറഞ്ഞത് കേട്ടുകൊണ്ട് ആ ഷമീർ വാർഷ കുണ്ടറ വലിയ ദൂരമൊന്നും ഇല്ലെന്നും പറഞ്ഞ് വിശ്വാസികളായ ഒരെണ്ണം അങ്ങോട്ട് വന്നേക്കരുത്. ഞാൻ അവിടെ ഫ്ലെക്സിൽ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, നിലവിൽ വിശ്വാസിയായ ഒരെണ്ണം ഇതിനകത്ത് കയറിയേക്ക്. എനിക്ക് ആരും താല്പര്യമില്ല. ഇറങ്ങി 10 പേരോട് സുവിശേഷം പറയാനുള്ള തൻ്റെ ഇടമുണ്ട്. ആത്മാക്കളെ ദൈവം തരുമെന്ന് വിശ്വാസവും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നമ്മച്ചി ഒരുത്തനും വിശ്വാസി എന്ന് പറഞ്ഞ ഒരെണ്ണം അങ്ങോട്ട് കയറി വന്ന് മെനക്കേട് ഉണ്ടാക്കരുതെന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു. ഇനി ഇത് പറഞ്ഞിട്ട് പോകും ചിലപ്പോൾ എല്ലാം കൂടെ പറക്കി കെട്ടി അങ്ങോട്ട് വരാം, അതൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണല്ലോ ഇപ്പോൾ TV കൂടെ വന്നിട്ട് പറയുന്നത്, അടുത്ത ഞായറാഴ്ച ഞാൻ ഇന്നടത്തുണ്ട്, നിങ്ങളെല്ലാം അങ്ങ് വന്നേക്കണം. അപ്പോൾ ഈ അടിസ്ഥാനം മറിഞ്ഞ കൊട്ടാരക്കരയും അടൂരും ഒക്കെ ആയിട്ട് കുറേ എണ്ണം വട്ട് പിടിച്ച് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊന്നും വട്ട് പിടിച്ച് എവിടെ ഓടണ്ട, നിൽക്കുന്നിടത്ത് അങ്ങ് നില്ലേ. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് ദൈവം എന്നെ ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നെന്ന് പൗലോസ് പറഞ്ഞു. അടുത്ത വാചകം വായിച്ചാട്ടെ. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു ദൈവദാസനെ ഈ കാലഘട്ടത്തിൽ കാണാനേ കഴിയത്തില്ല. പറ്റുമോ? മുമ്പേ ഞാൻ ദൂഷകൻ ഒന്നും പറയാൻ. ഇപ്പോഴാണെങ്കിൽ പരിചയപ്പെടുത്തുന്നത്, ഞാൻ ഇന്നലെ അമേരിക്കയിലായിരുന്നു, പിന്നെ അവിടുന്ന് വരുവാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, പിന്നെ പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് ഞാൻ ബാംഗ്ലൂർ ഇറങ്ങി അവിടുന്ന് വഴി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാനിവിടെ. ഇങ്ങനെ വീരകഥകളാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് വേദികളിൽ കാണുന്നത്. പാവപ്പെട്ട പൗലോസിന് വീരകഥ പറയാനാണെങ്കിൽ ഇഷ്ടം പോലുണ്ട്, പൗരത്വം പറയാനാണെങ്കിൽ ഏറ്റവും അഭിമാനമുള്ള പൗരത്വം പറയാൻ തനിക്കുണ്ട്, അതുപോലെ സമ്പത്തിൻ്റെ കാര്യം പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം ചവർന്നും പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിയ പുള്ളിയാ. അദ്ദേഹത്തിന് പറയാൻ ഒന്നുമില്ല. അദ്ദേഹം പറയുക, ഈ കൃപയാൽ കർത്താവിനെ കണ്ടതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ ഒരു മഹത്വമില്ല. ഞാൻ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു എന്നാണ് പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു കാരണമുണ്ടായി. ഈ പൗലോസിന് മുൻപൊരു പേരുണ്ടായിരുന്നു. എന്താ പേര്? ശൗലെന്ന് പറയുന്ന ഒരു പേരുണ്ടായിരുന്നു. ശൗല്. ഈ ശൗലെന്ന് പറയുന്ന യൗവനക്കാരനായ യോദ്ധാവിന്, ചെറുപ്പക്കാരന് ഒരു ഹോബി ഉണ്ടായിരുന്നു. എന്താ ഹോബി? നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കൊക്കെ പല ഹോബി ഉണ്ടല്ലോ. ചിലർക്ക് ക്രിക്കറ്റ് കളി ഹോബി, ചിലർക്ക് ഫുട്ബോൾ ഹോബി, വേറെ ചിലർക്ക് സ്റ്റാമ്പ് ശേഖരിക്കുന്ന ഹോബി, വേറെ ചിലർക്ക് മമ്മൂട്ടി മോഹൻലാലിനെ ആരാധിക്കുന്ന ഹോബി. അങ്ങനെ ഒത്തിരി ഹോബികൾ പല ആളുകൾക്കുമുണ്ട്. ഇതുപോലെ ശൗലെന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു ഹോബി ഉണ്ടായിരുന്നു. എന്താ ഹോബി എന്നറിയോ? ഇപ്പം നമ്മുടെ കേരളത്തിലും ചില
അണ്ണന്മാർക്കുള്ള ഹോബിയാ. ഏതാ? പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അവരെ തെരഞ്ഞു പിടിച്ച് അടിക്കുക, ഉപദ്രവിക്കുക എന്ന് പറയുന്നൊരു ഹോബി. ഇപ്പോൾ കേരളത്തിലും കുറേ അണ്ണന്മാർക്ക് ഈ ഹോബി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? 90-95 വയസ്സുള്ള അപ്പച്ചൻ ഒരു ചെറിയ പേപ്പറും കൊണ്ട് നടന്നു എന്നാലും മീശ പോലും കുരുക്കാത്ത നത്തോലി പോലുള്ള പിള്ളേർ ഞെളിഞ്ഞ് പിടിച്ച് ചെന്ന് അപ്പച്ചൻ്റെ ഉടുപ്പേ കയറി പിടിച്ച് ഹംസടന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് മസിലൊക്കെ പെരുപ്പിച്ച് കാണിക്കും. അപ്പോൾ പാവപ്പെട്ട അപ്പച്ചന്മാർ പറയും എൻ്റെ കുഞ്ഞെ ഉപദ്രവിക്കല്, ഞങ്ങൾ അങ്ങ് പോകുക എന്നൊക്കെ പറഞ്ഞ് ദൈവദാസന്മാരെല്ലാം എന്ത് ചെയ്യും? അവരവരുടെ വഴിക്ക് അങ്ങ് പോകും. പക്ഷേ പോകുമ്പോൾ ഇവൻ്റെ വിചാരം ഇവൻ്റെ ഞെളിയൊക്കെ ഒക്കെ കേട്ട് കണ്ട് ഇതൊക്കെ പേരണ്ട് പേടിച്ചങ്ങ് പോകാന്ന്. ഇവനെ കാലെ വാരി ഭിത്തിയിലോട്ട് ഒറ്റ അടി അടിക്കാൻ ആണത്തോ ആർജോ ഒന്നും ഇല്ലാതെ നട്ടലില്ലാത്തവരൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്. പിന്നെന്താ? ഈ പുസ്തകം അതിന് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ പുസ്തകം കയ്യിൽ ഇരിക്കുന്ന കാലത്തോളം ആരും പേടിക്കണ്ട. ഈ കൊട്ടിപ്പാടി കലവില എന്ന് പറയുന്ന കൂട്ടം ഈ പുസ്തകം കയ്യിലിരിക്കുന്ന കാലത്തോളം സമൂഹത്തിന് ഒരു ദോഷവും ഉണ്ടാക്കത്തില്ല. ഇനി ഇത് താഴെ വെപ്പിക്കാൻ നിങ്ങളാരും ശ്രമിക്കാതിരുന്നാൽ മതി. അയ്യോ, ഇല്ലാത്ത അപകടമൊന്നും വിളിച്ചു വരുത്തല്ലേ. ഓരോ ഐറ്റമൊക്കെ ആരാ പുള്ളികളെന്നറിയാവോ? അതുകൊണ്ട് ഇത് താഴെ വെപ്പിക്കാൻ ആരും ശ്രമിക്കാതെ ഒരു സൈഡിൽ കൂടെ ഇതങ്ങ് പൊക്കോട്ടെ. ഒരു ആർക്കും ഒരു ദോഷമില്ലാത്ത കൂട്ടങ്ങളായത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ ശൗൽ എന്ത് ചെയ്യുക? ആമേൻ പ്രാർത്ഥിക്കുന്നവനെ ഉപദ്രവിക്കുവാനായിട്ട് ഇങ്ങനെ പാഞ്ഞു നടന്നു. ദമസ്കോസിന് സമീപിച്ചപ്പോൾ അതാ ആമേൻ ഉയരത്തിൽ നിന്നൊരു കരം എന്ത് ചെയ്തു? അവനെ അടിച്ചു. കുതിരപ്പുറത്തുനിന്ന് മസലും പെരുപ്പിച്ചു പോയവൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണപ്പോൾ ബൈബിള് പറയുന്നു തൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നാട്ടുഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയും, കണ്ണിൻ്റെ പീസ് അടിച്ചു പോയപ്പോൾ അവൻ കർത്താവിനെ കണ്ടു. ഇന്നും ചില ആളുകളുടെ പ്രശ്നം ഇതാ. കണ്ണും കരളും കിഡ്നിയൊക്കെ ഉള്ളപ്പോൾ ഇത് പറഞ്ഞാൽ അവൻ ഈ സുവിശേഷം വേണ്ട. കണ്ണും കരളും കിഡ്നിയൊക്കെ അടിച്ചില്ല, IC യൂണിറ്റ് കിടക്കുമ്പോൾ പാസ്റ്ററെങ്കിൽ പാസ്റ്റർ, അച്ഛനെങ്കിൽ അച്ഛൻ, ആരേലും വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നും പറയുന്നല്ലോ വിളിക്കും. ആമേൻ. ഇതൊക്കെ അടിച്ചു പോകുന്നതിന് മുമ്പേ അങ്ങ് കേട്ടുകൂടെ? ആമേൻ. അപ്പൊ കണ്ണിന്റെ വീശടിച്ചു പോയപ്പോൾ അവനൊരു നിലവിളി, എന്താ? നീ ആരാകുന്നു കർത്താവേ? വിളിച്ചു. പിന്നെ ഉയരത്തിൽ നിന്നൊരു ശബ്ദം, നീ ഉപദ്രവിക്കുന്ന നസറയനായ യേശുവാ ഞാൻ. അയ്യോടാ, ഞാൻ വളരെ അതിശയിച്ചത് വായിച്ചപ്പോൾ. കാരണം വേദപുസ്തകത്തിൽ ശൗൽ യേശുവിനെ ഉപദ്രവിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. യേശു ദൈവമല്ലേ, യേശുവിനെ എങ്ങനെ ഉപദ്രവിക്കുന്നത്? പക്ഷേ സ്വർഗത്തിലെ ദൈവം ഡിക്ലെയർ ചെയ്യുകയാണ്, നീ ഉപദ്രവിച്ചത് എന്നെയാ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ നേരെ കൈ നീട്ടുന്നവനെല്ലാം കുറിച്ചിട്ടോണം. അതിന് കണക്ക് ചോദിക്കാനും കണക്ക് കൊടുക്കാനും ഇവിടുത്തെ ഗവൺമെന്റുകളോ ഭരണകൂടങ്ങളോ പോലീസോ സഖാക്കന്മാരോ രാഷ്ട്രീയക്കാരോ പ്രസ്ഥാനങ്ങളോ ആരും രംഗത്തിറങ്ങിയില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ കരുതുന്ന, സൂക്ഷിക്കുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഉടയവൻ ഉയരത്തിലുണ്ട്. അവന്റെ മുമ്പിൽ നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. ആമേൻ. ചിലർക്കൊരു ചിന്തയുണ്ടോ, മതിലും കയറ്റുമില്ലാതെ ഇങ്ങനെ തുറന്നു കിടക്കുന്ന പെന്തിക്കോസ് ആർക്കും കയറി കൊട്ടാവുന്നൊരു ചെണ്ടയാന്നൊക്കെ. അത് നിന്റെ മനസ്സേ ഇരിക്കത്തേ ഉള്ളൂ. ഈ തിരുവനന്തപുരം മുതൽ ന്യൂഡൽഹി വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റെയിൽവേ പാളം, കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേ പാളം, ആ പാളം സംരക്ഷിക്കാൻ മതിലോ ഗേറ്റോ വല്ലതും വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? പാളം സംരക്ഷിക്കാൻ ഇല്ല. ചിലർ പറയും ഗേറ്റുണ്ടെന്ന്. അത് പാളം സംരക്ഷിക്കാനല്ല, നമ്മുടെ നെഞ്ചത്ത് വണ്ടി കയറാതിരിക്കാൻ ആ ഗേറ്റ് വെച്ചേക്കുന്നത്. പാളം സംരക്ഷിക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക അല്ലേ. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു തകരപ്പാട്ട കിടന്നാൽ ആക്രിക്കാരൻ വെറുതെ വിടുവോ? പറ. വീട്ടിൻ്റെ മുമ്പിൽ 2 തകരപ്പാട്ട വെറുതെ കിടന്ന ആക്രിക്കാരൻ വെറുതെ വിടുവോന്ന്? ഇല്ല. അതെടുത്തിട്ട് അവൻ കടല തരും, കപ്പലുണ്ട് അല്ലേ. ആമേൻ. അങ്ങനാണെങ്കിൽ ഈ മതിലുമോ ഇല്ല, ഗേറ്റും ഇല്ല, കാവൽക്കാരും ഇല്ല, തുറന്നു കിടക്കുന്ന റെയിൽവേ പാളത്തിൽ ഇത്ര കിലോ കണക്കിന് ഇരുമ്പ് അവിടെ ഇവിടങ്ങളിൽ ഇരുമ്പ് ഉരുക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നല്ലേ. എന്താ ഈ ആക്രിക്കാർ ഇതെല്ലാം പറക്കി വിറ്റ് 2 ദിവസം കൊണ്ട് അങ്ങ് പണക്കാരനാകാത്തെ? എന്നാ മിണ്ടാത്ത? അതിന് മതിലും കയറ്റും കാവൽക്കാരൊന്നുമില്ല. പക്ഷെ വിൽക്കാൻ കൊണ്ടു ചെന്നാൽ വിവരമറിയും. കുടുംബം വിറ്റാൽ കേസ് തീരുകയില്ല. ആ കേസ് പറയേണ്ടത് പിണറായി സഖാവിനോടൊന്നുമല്ല, ഡൽഹിക്ക് പോകണം. കേന്ദ്രത്തിൽ ആ പിടി. പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ മതലും കയറ്റുമില്ലാതെ ഇവിടെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് ആമേ ഉയരത്തിൽ പിടിയുള്ളൊരു കേന്ദ്രമുണ്ട്. ആമേ മോഡിജി അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. അതിനുമൊക്കെ ഉയരത്തിലൊരു കേന്ദ്രമുണ്ട്. ആമൻ. ഈ ജനത്തെ ലോകത്തിൽ സ്ഥാപിച്ച മഹോന്നതനായ ദൈവം, ആ ദൈവത്തിൻ്റെ കരം ആമേ തൻ്റെ സഭയുടെ മേൽ എപ്പോഴും ഇരിപ്പുണ്ട്. ആമേൻ. അത് എല്ലാ കൂടാരങ്ങളുമല്ല, ദൈവത്തിൻ്റെ സഭയ്ക്ക്. അല്ല മുക്കിന് 2 ടാർപ്പ വലിച്ചു കെട്ടിയെന്നും പറഞ്ഞ് അതൊന്നും സഭയാവുന്നൊന്നും ആരും വിചാരിക്കരുത്. ടാർപ്പ കെട്ടിയില്ലേലും സഭയുണ്ട്, മരച്ചുവട്ടിലായാലും. ഇനിയിപ്പം നല്ലൊരു കെട്ടിടം വെച്ചാലും പണക്കമൊന്നുമില്ല, സഭയുണ്ട്. പക്ഷേ ഉപദേശമില്ലാത്ത ഒരിടത്തും സഭയല്ല. ആമേൻ. ഇപ്പോൾ ഉപദേശമില്ലാതെ ആളെ കൂട്ടാനുള്ള പെടാപ്പാട് വിടുക.
ഇപ്പം ഇതിനകത്തൊന്നും ഇപ്പോൾ കുറേ പേര് പണ്ട് പിതാക്കന്മാർ വലിച്ചെറിഞ്ഞ ചപ്പും ചവറും ഇപ്പോൾ കുനിഞ്ഞു പറക്കുക അല്ലേ? അവർ ചവറെന്ന് വിളിച്ചു. ഇപ്പോഴത്തെ ജനറേഷൻ അതിനെ വിളിക്കുന്ന വാഗ്ദത്തം പ്രാപിച്ചു. പ്രാപിച്ചു. അവർ വലിച്ചെറിഞ്ഞതാ ചവറ്. ഇപ്പം കുനിഞ്ഞു പറക്കുക. പറക്കാൻ വേണ്ടി സഹായിക്കാൻ ഉപദേശിമാരെന്ന് പറയുന്ന കുറേ ഇടവും ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. ഇവനെല്ലാം ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടി വരും. 80 90 വർഷം ഈ പുസ്തകത്തിൻ്റെ വെളിപ്പാട് കിട്ടിയത് ഡിഗ്രി പഠിച്ചവർക്കൊന്നും അല്ല. ആമേൻ. പാവപ്പെട്ട പിതാക്കന്മാർക്ക്, അവർക്ക് വലിയ തിയോളജിയന്മാരൊന്നും അല്ലാതിരുന്നിട്ടും അവർക്ക് കിട്ടിയ വെളിപ്പാട്, നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്ക് കിട്ടിയപ്പോൾ അവർ വിശുദ്ധിയുടെയും വേർപാടിൻ്റെ ഉപദേശം പഠിപ്പിച്ചുകൊണ്ട് അവർ ലോകക്കാരാകാതെ ലോകത്തു നിന്ന് മാറി നിന്നിട്ട് ഇത് തനിച്ചു പാർക്കുന്ന ജനമാണെന്ന് പറഞ്ഞു ഒരു വേർപാടിൻ്റെ ഉപദേശം പഠിപ്പിച്ചിട്ട് 90 വർഷം കഴിഞ്ഞപ്പോൾ പുതിയ തലമുറ പറയുന്നു അപ്പച്ചന്മാർക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ ഈ 90 വർഷത്തോളം 100 വർഷത്തോളമായവർക്കെല്ലാം തെറ്റുപറ്റിപ്പോയി പോലും ഇനി ഇവൻ പഠിപ്പിക്കുന്ന ഈ നൂതന ഉപദേശം കേട്ടു വേണം 2 എണ്ണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വല്ല വിധേനം സ്വർഗത്തിലെത്താൻ. എന്തൊരു ഗതികേടാത് നോക്കി. ആമേൻ. അതുകൊണ്ട് പിതാക്കന്മാരുടെ അതിർ നീക്കരുത്. പിതാക്കന്മാർക്ക് തെറ്റുപറ്റിയെന്നും അപ്പച്ചന്മാരെ തെറിവിളിച്ചുകൊണ്ട് നടക്കുന്ന ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആ പഴയ തോട്ടത്തിൽ കയറിയ പഴയ പാമ്പാണ് ഇപ്പോൾ അരനിക്കർ വിട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇവനെ എല്ലാം അടിച്ചു ദൂരെ കളഞ്ഞേക്കണം. ആമേൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾക്കൂടെ തരണമല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം. ആമേൻ പറയുകയാണ്, ആമേൻ, ഞാൻ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. കാരണം പ്രാർത്ഥിക്കുന്നവരെ ഉപദ്രവിക്കുന്നവനായിരുന്നു ഈ ശൗല്. എന്നാൽ അടുത്ത വാചകം എന്താ പറയുന്നത്? എങ്കിലും വായിച്ചു, താഴോട്ട് വായിച്ചു പോയാ. എങ്കിലും 12 താഴോട്ട്. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. കണ്ടോ, പൗലോസ് പറയുക, ഞാൻ മനഃപൂർവ്വമല്ല ഉപദ്രവിച്ചത്, അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ആമേൻ. അത് കഴിഞ്ഞ് പറയുകയാണ്, വായിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പൊ യേശുക്രിസ്തു ലോകത്തിൽ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടതിന്റെ വിശദീകരണം മറുഭാഗത്ത് പറയുന്നു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാനാണ് ലോകത്തിൽ വന്നത്. അവിടെ മുതൽ നമ്മുടെ ചിന്തയുടെ 1ാം ഘട്ടം ആരംഭിക്കുന്നു. പാപികളെ രക്ഷിപ്പാൻ യേശു വന്നോ? അതെ. എന്തിനു വരണം? മനുഷ്യൻ പാപിയായതുകൊണ്ട്. മനുഷ്യൻ പാപിയാണോ? അതെ. ചില ആളുകൾ പറയും ഈ ഉപദേശിമാർക്ക് വേറെ ജോലിയൊന്നുമില്ല. ആമേ, ചുമ്മാ യുവമാരുടെ കൈ മൈക്ക് കിട്ടിയാൽ റോഡെന്നില്ല, വീടെന്നില്ല, മാർക്കറ്റെന്നില്ല, ചന്തയെന്നില്ല, എവിടെ നിന്നാലും വിളിച്ചു പറയുന്ന മനുഷ്യൻ പാപിയാന്ന് അല്ലേ? ഞാൻ ഈ വഴി കൂടെ ഒക്കെ പലപ്പോഴും കടന്നു പോകുമ്പോൾ പല ജംഗ്ഷനിലും പൊട്ടനെ പോലെ നിന്ന് ദൈവവചനം വിളിച്ചു പറയുന്ന ഒരു പിതാവ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം പലപ്പോഴും ഞാൻ വാഹനം നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കുക. ലോകം അദ്ദേഹത്തെ നോക്കുമ്പോൾ ആമേൻ ഒരു വട്ടൻ പൊട്ടൻ ആമേൻ നിന്ന് പറയുന്ന പോലെയാ ആമേൻ വചനം പറയുന്നത്. പക്ഷേ ആമേൻ ദൈവത്തിൻ്റെ സന്നിധി നോക്കുമ്പോൾ ഒരു പ്രതിഫലമുണ്ട്. കാരണം മനുഷ്യൻ പാപിയാണെന്ന് ജനത്തോട് വിളിച്ചു പറയുന്നത് പോലെ ദൈവം ഇഷ്ടപ്പെടുന്ന മറ്റൊരു സുവിശേഷമില്ല കേട്ടോ. ആമേൻ. ഇവിടെ ഒരു വലിയ ഫ്ലെക്സ് 10ക്ക് 10 ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ട് ബിസിനസ് തകർച്ചയോ, ഭാരപ്പെടണ്ട, കടഭാരമോ, ഞെട്ടണ്ട, ആമേൻ, രോഗമോ ഒന്നും പേടിക്കണ്ട എന്നൊന്നും പറയുന്നതല്ല സുവിശേഷം. നീ പാപിയാണ്, നിന്റെ അകത്ത് പാപമിരിക്കുന്നു, നീ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. നിനക്ക് പാപമോചനം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ, ഏകസത്യ സുവിശേഷമല്ലാതെ, ഏകസത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു സന്ദേശമില്ലെന്ന് വിളിച്ചു പറയുന്നതാണ് സുവിശേഷം. ആമേൻ. അതുകൊണ്ട് പറയുകയാണ്, മനുഷ്യൻ പാപിയാണെന്ന് ഉപദേശിമാരെ വിളിച്ചു പോകുമ്പോൾ കളിയാക്കുന്നവരുണ്ടാകാം, ചിരിക്കുന്നവരുണ്ടാകാം. ചില ആളുകൾ പറയും, ആമേൻ, ഉമ്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല, മനുഷ്യൻ പാപിയൊന്നുമല്ല. മനുഷ്യൻ പാപിയല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ചാരും മൂട്ടിൽ എന്നെ കേൾക്കുന്നെങ്കിൽ സ്നേഹിത, ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാൻ ചാരും മൂട്ടിൽ പാപിയുണ്ടോ ഇല്ലയോ എന്ന്. ദൂരെയെങ്ങും പോകണ്ട. ഇന്ന് രാത്രി കടയ്ക്ക് പൂട്ടിടാതെ പോയേ നാളെ രാവിലെ അറിയാം ചാരുംമൂട്ടി പാപിയുണ്ടോന്ന്. പൂട്ടിട്ടോ 1 വലിച്ചു 2 വലിച്ചു 3ാമത്തെയും കിലിക്ക് നോക്കിയച്ചാ വീട്ടിൽ പോകുന്നു. എന്നിട്ടുറക്കമുണ്ടോ? രാവിലെ പാഞ്ഞു പിടിച്ചു വരിക, കട അവിടെ ഉണ്ടോ എന്ന് നോക്കി. കാരണം എന്താ? മനുഷ്യൻ പാപിയാണ്. അപ്പോൾ എതിർഭാഗത്തുനിന്നും പറയുന്നു, മനുഷ്യൻ പാപിയായതെങ്ങനെ? ഏദൻ തോട്ടത്തിൽ. അതൊക്കെ ഞങ്ങൾക്കറിയാം.
ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തെന്നും ആദാമും ഹവ്വായും ദൈവത്തിന്റെ കൽപ്പന മറുതലിച്ച് പാപം ചെയ്തെന്നും ഞങ്ങൾക്കറിയാം. പിന്നെന്താ പ്രശ്നം നിങ്ങൾ പറയുന്നത് പോലെ ആദാമും ഹവ്വായും പാപം ചെയ്തത് നിമിത്തം അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് വിളിച്ചു കൂവുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ? അപ്പൊ പിന്നെന്താ ഈ നിരക്കുന്ന കാര്യം എന്താ? അത് ആദാമും ഹവ്വായും പാപം ചെയ്തു, ഓക്കെ. എന്നാൽ അവരെ സൃഷ്ടിച്ച ദൈവം, പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ ദൈവമുണ്ടല്ലോ. ആ ദൈവം കരുണയുള്ളവനായതുകൊണ്ട്, ആ ദൈവം ഏറെ പൊറുക്കുന്നവനായതുകൊണ്ട്, ആ ദൈവം ഒത്തിരി ക്ഷമാശീലനായതുകൊണ്ട് അവരുടെ പാപത്തെ ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവം എന്ത് ചെയ്തു? പുറത്തു കൊടുത്തു. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് നിങ്ങൾ പറയുന്നത് വിഡ്ഢിത്തമാണ് എന്നാണ് സഹോദരങ്ങൾ ചിലർ ഇങ്ങോട്ട് പറയുന്നത്. അങ്ങനെ ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് ആദമിന്റെയും ഹവ്വയുടെയും പാപത്തെ ദൈവം പുറത്തു കൊടുത്തെങ്കിൽ നമുക്ക് പിണക്കമൊന്നുമില്ല, പുറത്തു കൊടുത്തോട്ടെ, നല്ല കാര്യമല്ലേ? അങ്ങനെ പൊറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്നേഹിത, 2 ചോദ്യത്തിന് മറുപടി കിട്ടണമല്ലോ. എന്താണ് 2 ചോദ്യം? പറയാം. ഒന്ന്, സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്, രോഗം മാറിയാൽ രോഗലക്ഷണം എന്ത് ചെയ്യണം? മാറണം. നമ്മുടെ ഈ വയറ്റിൻ്റെയൊക്കെ അകത്തിരിക്കുന്ന ഒരു സഞ്ചിയുണ്ട്, ഈ വേസ്റ്റൊക്കെ ചെന്നടിയുന്നൊരു സഞ്ചി. ആ സഞ്ചി നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറ്റിന് സഹിക്കവയ്യാത്ത വേദനയുണ്ടാകും. ഡോക്ടറെ ആശുപത്രിയിൽ കൊണ്ട് കാണിക്കുമ്പോൾ ഡോക്ടർ പറയും, സഞ്ചി നിറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വേദനയാണ്, ഓപ്പറേഷൻ ചെയ്യണം, സഞ്ചി എടുത്തു കളയണം. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് സഞ്ചി എടുത്തു കളയുമ്പോൾ രോഗം മാറി. രോഗം മാറിയാൽ പിന്നെ ആ രോഗലക്ഷണമായ വേദന എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത്. അതാണ് സാമാന്യ നീതി. എന്തിനാ അതിവിടെ പറഞ്ഞത്? പറയാം. പാപം ഏദൻ തോട്ടത്തിൽ വെച്ച് പൊറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനുഷ്യന്റെ പാപം തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവം പൊറുത്തു കൊടുത്തെങ്കിൽ ന്യായമായൊരു ചോദ്യം അവശേഷിക്കുന്നു. പാപം മാറിയാൽ പാപ സ്വഭാവവും അവിടം കൊണ്ട് തീരണ്ടേ? പാപം പൊറുക്കപ്പെട്ടെങ്കിൽ പാപ സ്വഭാവം അവിടം കൊണ്ട് തീരണ്ടേ? തീർന്നോ? തീർന്നില്ല. തൊട്ടടുത്ത തലമുറ കയീനും ഹാബേലും ഒരുത്തനെ കൊന്നുകളഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്ന യുക്തി ശരിയാകുന്നില്ല. നിങ്ങൾ പറയുന്നു രോഗം മാറിയെന്ന്, പക്ഷേ മക്കൾ തമ്മിൽ കൊന്നപ്പോൾ പറയുന്നു ലക്ഷണം മാറിയില്ലെന്ന്. രോഗം മാറിയിട്ടും രോഗലക്ഷണം മാറിയില്ലെന്ന് പറയുന്ന തിയോളജിയാണ് തെറ്റ്. എന്നാൽ വേദപുസ്തകം പറയുന്നു രോഗം മാറിയില്ല, പാപം നീങ്ങിപ്പോയില്ല. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സർവ്വമാനവജാതിയും പാപത്തിലായെന്ന് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കവലകൾ തോറും സഞ്ചരിച്ച് മലബാറിന്റെയും കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും ഒക്കെ മേഖലകളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കവലയിൽ നിന്നുകൊണ്ട് പാട്ടുപാടി കേൾപ്പിക്കും. ആദാമ്യ പാപം നിമിത്തം പാപികളായി മാനവരെല്ലാം മയ്യത്തിൻ ഓഹരിക്കാരായി മാനവരെല്ലാരും. ആദാമ്യ പാപം നിമിത്തം പാപികളായി മാനവരെല്ലാം മയ്യത്തിൻ ഓഹരിക്കാരായി മാനവരെല്ലാരും. ഈ ദുനിയാവിലെ മനുഷ്യന്മാരെല്ലാം ദൈവത്തിൽ നിന്നകന്നതിനാല് ഇബ്ലീസിൻ അടിമകളായി അലകിലായല്ലോ. മാനവരിൻ രക്ഷയ്ക്കായൊരു മാർഗം യേശു ഒരുക്കിയതാലേ മാനത്തെ ദൂതന്മാർ പാടും മാധുര്യഗീതങ്ങൾ. വന്നോളീൻ സോദരരെ, നിങ്ങൾ കേട്ടോളീൻ സുവിശേഷം, വിട്ടോളീൻ പാപ വഴികളെ, ഏറ്റുകൊള്ളീശോയേ. ഹല്ലേലൂയ. മനുഷ്യൻ പാപിയാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം ഒരു വാദത്തിനു വേണ്ടി ഇവര് ആദമും ഹവ്വയുമാണെന്നിരിക്കട്ടെ, ഇവർ രണ്ടുപേരും ദൈവത്തോട് മറുതലിച്ചു പാപം ചെയ്തെന്നിരിക്കട്ടെ. ഏദൻ തോട്ടത്തിൽ വെച്ച് ഇവർ പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യനും പാപം ചെയ്തത് കണ്ടിട്ട് കരുണയുള്ളവനും ഏറെ പൊറുക്കുന്നവനും ക്ഷമാശീലനുമായ ദൈവം ഇവരുടെ പാപത്തെ അങ്ങ് പൊറുത്തു കൊടുത്തെന്നിരിക്കട്ടെ. ശ്രദ്ധിക്കണം,
അങ്ങനെ പാപം പൊറുക്കപ്പെട്ടെങ്കിൽ ഈ പാപം ചെയ്യുന്നതിന് മുൻപ് മനുഷ്യൻ ആരുടെ കൂടെയായിരുന്നു വസിച്ചിരുന്നത്? ദൈവത്തോടൊന്നിച്ച്. അതുകൊണ്ടാണല്ലോ ബൈബിൾ പണ്ഡിതന്മാർ ഈ വേദപുസ്തകത്തെ നിത്യത മുതൽ നിത്യത വരെ എന്ന് പറയാൻ കാരണം. അതെന്താ? ഉൽപ്പത്തിയിൽ നിത്യതയുണ്ടോ? ഉണ്ടല്ലോ. എന്താ നിത്യത? ആമേൻ. ദൈവത്തോട് ഒന്നിച്ച് വസിക്കുന്ന അനുഭവമാണ് നിത്യത. ആ അനുഭവത്തിലേക്കാണ് ഇനി നമ്മൾ പോകാൻ കാത്തിരിക്കുന്നത്. അങ്ങനെ ദൈവത്തോട് കൂടെ വസിക്കുന്ന അനുഭവത്തിലല്ലേ അവർ ഏദൻ പൂങ്കാവനത്തിൽ ഉണ്ടായിരുന്നത്? ദൈവം അവരോട് കൂടെ സംസാരിച്ചില്ലേ? അവരുടെ അടുക്കൽ ഇറങ്ങി വന്നില്ലേ? ദൈവവും അവരും തമ്മിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പോൾ പാപം ചെയ്തപ്പം നഷ്ടപ്പെട്ടത് എന്താ? ആമേൻ. അവരും ദൈവവുമായി മനുഷ്യനുണ്ടായിരുന്ന കൂട്ടായ്മയുടെ ആഴം തിരിച്ചറിഞ്ഞ് ലൂക്കോസ് സുവിശേഷകൻ ഒരു പദം എഴുതിയിട്ടുണ്ട്, ആദാം ദൈവത്തിന്റെ മകൻ. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പുത്രത്വത്തിലാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപമകത്ത് ചെന്നപ്പോൾ സംഭവിച്ച നഷ്ടം എന്താ? പുത്രത്വം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തോടൊന്നിച്ച് വസിക്കാനുള്ള പദവി നഷ്ടപ്പെട്ടു പോയി. ആമ ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശു ക്രിസ്തുവിലൂടെ തിരിച്ചു തരുന്ന സ്വർഗീയ പദ്ധതിയുടെ പേരാണ് സുവിശേഷം. ആമേൻ. അന്ന് ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം അത് തിരിച്ചു പിടിക്കുവാൻ മനുഷ്യ നിനക്ക് ഭൂമിയിൽ തന്നിരിക്കുന്ന അവസരമാണ്. ഈ 70 80 വയസ്സ് വരെയുള്ള ജീവിതം, അതിനകത്ത് അന്ന് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം, ദൈവത്തോടൊന്നിച്ച് വസിക്കാനുള്ള അവകാശം അത് നീ തിരിച്ചു പിടിക്കണം. 15 വയസ്സിൽ തിരിച്ചു പിടിച്ചവരുണ്ട്, 20 വയസ്സിൽ തിരിച്ചു പിടിച്ചവരുണ്ട്, 22-ാമത്തെ വയസ്സിൽ ദൈവവൈതലായവരുണ്ട്, 30-ാമത്തെ വയസ്സിൽ ദൈവവൈതലായതുണ്ട്, 60 വയസ്സായിട്ടും ഇന്നും തിരിച്ചു പിടിക്കാത്തതുകൊണ്ട്. ആമേൻ. നിന്നെ 70 80 വയസ്സ് വരെ ഭൂമിയിലാക്കി വെച്ചത് എന്തിനാ? മരണപ്പെട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചോദിക്കും, തോമസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എവിടായിരുന്നു? ഭൂമിയിൽ. ഞാൻ ഇവിടെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത്. എവിടാ? ചാരുമൂടായിരുന്നു. ആണോ? എത്ര വയസ്സ് വരെ ജീവിച്ചു? 80 അടിച്ചു. ആണോ? ശരി, ഓക്കെ. ഈ 80 വയസ്സ് വരെ നീ ഭൂമിയിൽ എന്ത് ചെയ്തു? 4 ചാക്കരിയുടെ ചോറ്, ഒരു 2 ചാക്കോളം വരുന്ന ചിക്കൻ, ഒരു 3 ചാക്ക് മട്ടൻ, ഒരു 2 ചാക്ക് ബീഫ്, പിന്നെ ഒരു 1.5 ചാക്ക് പച്ചക്കറി. ഇതെല്ലാം തീർത്തു 80 വയസ്സ് വരെ. ഇതിന്റെ കണക്കെടുക്കാനാണോ നിന്നെ വിളിക്കുന്നേ? പെന്തിക്കോസുകാരാ, നിന്നോടും കൂടാ പറയുന്നത്. നീ നിത്യതയിൽ ചെല്ലുമ്പോൾ കർത്താവ് ഇതിന്റെ കണക്കെടുക്കാനാണോ നിന്നെ വിളിക്കുന്നത്? നീ പുസ്തകം ചുമന്നുകൊണ്ട് നടന്നു. പുസ്തകത്തിന്റെ പേരിൽ നീ എന്തൊക്കെ ഉണ്ടാക്കി, എത്രയൊക്കെ ഉണ്ടാക്കി, എത്ര ബാലൻസ് ഉണ്ടാക്കി, എത്ര വീടുണ്ടാക്കി, എത്ര കാർ ഉണ്ടാക്കി? നോ. കർത്താവ് നിന്നോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ഇപ്പോൾ പിടിച്ച ചിലത് കൊണ്ടുവാ, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവാ എന്ന് നിന്നോട് ചോദിക്കുമ്പോൾ നീ തല ചൊറിഞ്ഞുകൊണ്ട് പറയാം, ഇപ്പം ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഒരു 10 വർഷം മുമ്പ് ഞാൻ കായംകുളത്ത് ചാർജിൽ ഇരുന്നപ്പോൾ ഒരു 2 എണ്ണത്തെ പിടിച്ചായിരുന്നു. 10 വർഷം മുമ്പ് ചീഞ്ഞ മീനല്ലടോ നിന്നോട് ചോദിക്കുന്നത്. ഇപ്പോൾ പിടിച്ചത് ആമേ വല്ലതുമുണ്ടോ? അങ്ങനെയെങ്കിൽ ആമേ കർത്താവിന്റെ സന്നിധിയിൽ എത്തി നിൽക്കുമ്പോൾ ചിലതിനെയെങ്കിലും അവന്റെ സന്നിധിയിൽ നിർത്തുവാൻ സുവിശേഷ വേലക്കാരൻ എന്ന പേരും കൊണ്ടിരിക്കാതെ ഇറങ്ങി സുവിശേഷ വേല ചെയ്യണം. ആമേൻ. കഴിഞ്ഞ ദിവസം ഞങ്ങള് പരസ്യയോഗത്തിന്റെ ടീമാണല്ലോ. അപ്പം കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ടീമായിട്ട് പരസ്യയോഗത്തിന് വേണ്ടി ക്ഷണിച്ചു. ഞങ്ങൾ സഹോദരന്മാരെല്ലാം വണ്ടിയും സിസ്റ്റവും പാട്ടും ടീമും ഒക്കെ ആയിട്ട് പോവുക. ഇപ്പം ഈ പാസ്റ്റർ ഞങ്ങളെ ടീമായിട്ട് വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചർച്ചിൻ്റെ ഏരിയകളിൽ പോയി ഞങ്ങൾ പൊടിയും പുകയും ഒക്കെ സഹിച്ച് റോഡിൽ ഇറങ്ങി നിന്ന് യേശുവല്ലാതെ മറ്റൊരുത്തൻ രക്ഷയില്ലെന്ന് അവിടെ പ്രസംഗിച്ചിട്ട് അവിടെ 10 വീട്ടുകാർ ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക സാറേ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ആ വീടുകളിലൊക്കെ കയറി പ്രാർത്ഥിക്കും. അങ്ങനെ പരസ്യവും നടക്കുന്നത്. അങ്ങനെ പരസ്യയോഗം നടത്തി ഏതെങ്കിലും വീടുകൾ തുറക്കപ്പെട്ട് പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ടാൽ ആ ആത്മാവ് രക്ഷിക്കപ്പെട്ട് വരുന്നത് ഈ ദൈവദാസന്റെ സഭയ്ക്കല്ലേ? ആ സഭയ്ക്ക് ആത്മീയവർദ്ധനമല്ലേ? ഇതൊക്കെ ആയിട്ട് പോലും ഞങ്ങൾ ബന്ധപ്പെട്ട് കടന്നു ചെന്ന് 2 ദിവസം സുവിശേഷം അറിയിച്ചിട്ടും ആമേൻ ആ സഭയിലെ പാസ്റ്റർക്ക് 1 മണിക്കൂർ പോലും ഞങ്ങളുടെ കൂടെ റോഡിൽ വന്ന് നിൽക്കാൻ അങ്ങേർക്ക് സമയമില്ലായിരുന്നു. അറിയാവോ? അത്രയ്ക്കങ്ങ് വൃത്തികെട്ട പരിപാടിയാണോ ഈ സുവിശേഷം പറയുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. അത്രയ്ക്കങ്ങ് മോശമാണോ ഈ പരിപാടി? ആമേ 1 മണിക്കൂർ റോഡിലിറങ്ങി വന്ന് നിൽക്കാൻ വയ്യ. പിന്നെ നീ എന്തിനാ ഈ സുവിശേഷ വേലക്കാരനെന്ന് പറഞ്ഞ് നടക്കുന്നേ? സ്വോത്ര കാഴ്ചയുടെ സഞ്ചി മാത്രം, അതിൻ്റെ തൂക്കം മാത്രം കുറയരുത് അല്ലേ? ആമേൻ. അവിടെ തൂക്കം നോക്കി 3 വർഷം തയ്ക്കണം. 3 വർഷം കഴിയുമ്പോൾ ഈ ഉപദേശമാരുടെ പരിപാടിയാണ് പറയുന്നത്. ഒരു സഭയെ ചാർജ് എടുക്കുമ്പോൾ അവിടെ 50 ഉണ്ട്. 50-ലൊന്ന് പോവുകയും ചെയ്യരുത്. പുതുതായിട്ടൊന്നും വന്നില്ലെങ്കിലും പുള്ളിക്ക് പ്രശ്നമൊന്നും ഇല്ല. ഈ 50-നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് തട്ടിപ്പൊത്തി കൊണ്ടുപോകും. 3 വർഷം കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തോട്ട് മാറും. അടുത്തടുത്ത് മാറുമ്പോൾ അവിടെ 55എങ്കിലും ഇല്ലെങ്കിൽ അവൻ പോകില്ല. പിന്നെ കോടതിയായി, കേസായി, ബഹളമായി, പോലീസായി.
പോവില്ല, 55 വേണം. ഇനിയിപ്പോൾ ചിലരാണെങ്കിൽ 45 ഉള്ളെങ്കിലും പോകും, പക്ഷേ ഇവിടെ കിട്ടിയതിനേക്കാളും 5 രൂപ കൂടുതൽ അവിടെ എന്ത് ചെയ്യണം, കിട്ടണം. അങ്ങനെയാണെങ്കിൽ 45 ഉണ്ടായാലും കുഴപ്പമില്ല, പോകും. അവിടെയും ചെന്ന് 3 വർഷം തയ്ക്കണം, അടുത്തടുത്ത്. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ജോലി ട്രാൻസ്ഫറായി നടക്കുക. ഒരു ഉദ്യോഗസ്ഥൻ്റെ ജോലി, കൊച്ചുങ്ങളെയും പഠിപ്പിച്ച് 4-5 സഭയെ മാറുമ്പോഴത്തേക്ക് അവരെ ഒരു കരയ്ക്കാക്കണം. അപ്പൻ്റെ ജോലിയും തികച്ചു, സുഖം. നീയാണോ സുവിശേഷ വേലക്കാരൻ? നീ വല്ല തൊഴിലുറപ്പിനും പോടാ, വെറുതെ മെനക്കെടുത്താതെ. അത്രയെങ്കിലും പറയാതെ പിന്നെ എനിക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റൂ. ആമേ, നീ സുവിശേഷ വേലക്കാരൻ എന്ന പേരും ചുമന്നുകൊണ്ട് നടക്കുന്നെങ്കിൽ ആമേ അന്തസ്സായിട്ട് ഇറങ്ങി സുവിശേഷം പറയണം, കർത്താവിനെ കുറിച്ച് പറയണം. ആമേ, കർത്താവ് പറഞ്ഞ എന്താ, അന്ത്യകൽപ്പന എന്താ? ഞാൻ ഓർപ്പിക്കണം നിങ്ങളെ, പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും പറയാനാ പറഞ്ഞത്. ഇന്നത്തെ പെന്തിക്കോസുകാർക്ക് പുറപ്പെട്ടു പോയി പറയാൻ ഇച്ചിച്ചി, പകരം വർഷാവർഷം ഒരു പന്തൽ കെട്ടി ഞങ്ങളൊരു യോഗം നടത്തും. വേണമെങ്കിൽ വന്നിരുന്ന് കേട്ട് രക്ഷിക്കപ്പെട്ടോണം. അത്രേ ഉള്ളൂ. അല്ല, പോയി പറയാനൊന്നും ഞങ്ങൾ എന്നാ സ്വോത്രമൊക്കെ പോയ അതാ ഉള്ളത് പറയുമ്പം സ്വോത്രമൊന്നും വരുന്നില്ല. ആമേൻ. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ചോദ്യം കർത്താവ് നിന്നോട് ചോദിക്കും. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? 60, 70, 80 വയസ്സ് വരെ നിന്നെ ഞാൻ ഭൂമിയിലാക്കി വെച്ചു, ആരോഗ്യത്തോടെ ബലത്തോടെ നടത്തിയെന്ന് പലതവണ നീ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ദൈവം 1 വർഷം പോറ്റി എന്നൊക്കെ നീ കയറി പലപ്പോഴും പറഞ്ഞല്ലോ. അങ്ങനെയെല്ലാം നിന്നെയും നിന്റെ കുടുംബത്തെയും കുഞ്ഞിനെയും നിനക്കുള്ള സകലത്തെയും 70, 80 വയസ്സ് വരെ ഞാൻ പോറ്റി. ശരി, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ആമേൻ. ചോദിക്കും. അന്ന് തലകുനിച്ച് നിൽക്കരുത്. ഇന്ന് ഭ്രാന്തനെ പോലെ റോഡിൽ നിൽക്കുന്നവരൊക്കെ അന്ന് തല ഉയർത്തി നിൽക്കും. അന്ന് നീ തല കുനിച്ചു നിൽക്കും. ആമേൻ. തിരിച്ചറിഞ്ഞോണം. ഇതൊക്കെ എന്തിനാ ഇപ്പം തൊടുന്നതെന്ന് വെച്ചാൽ, ഒരുവിധം മനസ്സിന് കട്ടിയുള്ളവരൊന്നും അകത്ത് വിളിക്കത്തില്ല. അകത്ത് വിളിച്ചാൽ ഞാൻ അറിയും, അതുകൊണ്ട് അകത്തൊന്നും വിളിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങ് പറഞ്ഞു വിടുക. ആമേൻ. സ്തോത്രം. ശ്രദ്ധിച്ചോണം. അപ്പോൾ ആമേൻ, നോക്കുക. ആമേൻ. അങ്ങനെ പുത്രത്വം, നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശുക്രിസ്തുവിലൂടെ തിരിച്ചു തരുന്ന ദൈവിക പദ്ധതി. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശുക്രിസ്തുവിലൂടെ തിരിച്ചു തരികയാ. ആമേൻ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇതീ വലിയൊരു പദവിയുണ്ടോ? എന്നെ കേൾക്കുന്ന പെന്തക്കോസ് എന്ന് പറയുന്ന വിശ്വാസികളെ, കർത്താവ് നമുക്ക് നൽകിയ രക്ഷയുടെ വലിപ്പം എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ ഇനി ഒന്നും തന്നില്ലേലും വേണ്ടിയില്ല കർത്താവേ എന്ന് പറയേണ്ടിയവരാ ഞാനും നിങ്ങളും. പക്ഷെ നമുക്കിപ്പോഴും പരാതി തീർന്നിട്ടില്ല. കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, എന്നെ വേണ്ടായോ, എനിക്ക് അത് തായോ, ഇത് ഇന്നും പരാതി തീർന്ന തന്നതിൻ്റെ വലിപ്പം അറിയുന്നില്ല. ലഭിച്ച രക്ഷയുടെ മഹത്വം നീ തിരിച്ചറിഞ്ഞാൽ, നിന്റെ ആയുസ്സിൽ ഈ ലോകം മുഴുവൻ നിനക്കെതിരെ വന്നാലും, നിന്റെ കഴുത്തറുത്ത് താഴെയിട്ടാലും, അറുത്ത് താഴെ കിടക്കുന്ന കഴുത്ത് അവിടെ കിടന്നുകൊണ്ട് പറയും, യേശു ജീവിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന്. കാരണം അത്ര വലിയ രക്ഷയാണ് ദൈവം എനിക്കും നിനക്കും വേണ്ടി തന്നത്. ആമേൻ. അത് തിരിച്ചറിയണം. സ്തോത്രം. ഇന്ന് ആ രക്ഷയെ മറച്ചു വെക്കുന്ന പിശാചിന്റെ തന്ത്രം. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സകല നോട്ടീസുകളും, കൺവെൻഷൻ്റെ നോട്ടീസുകളെല്ലാം നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ ഓരോന്നോരോന്നെടുത്ത് പരിശോധിക്കണം. കടഭാരമോ, സങ്കടപ്പെടണ്ട. ബിസിനസ് തകർച്ചയോ, ഭാരപ്പെടണ്ട. ആമേൻ. രോഗമോ, ഒന്നും ഭാരപ്പെടണ്ട. പാപമോചനമെന്ന് പറയുന്നൊരു വാചകമില്ല. രക്ഷ എന്ന് പറയുന്നൊരു വാചകമില്ല. ഉണർവിൻ അഗ്നി, ഇതാണ്ട് ഇപ്പം തിരുവല്ല കത്തിക്കാൻ പോവാന്ന് പറയുന്നു. ആമേൻ. എത്രയോ വർഷമായി കത്തിക്കുന്നു, ഇതുവരെയും തിരുവല്ല കത്തിയില്ല. ഓരോ പ്രാവശ്യവും യവന്മാർ കയറിച്ച് പറഞ്ഞ് കേൾക്കാം, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു ഉണർവ്. എല്ലാ വർഷവും ഇത് തന്നെ അല്ലയോടാ നീ പറയുന്നേ? കഴിഞ്ഞ 2018 ഇവൻ പറഞ്ഞു, കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില പ്രത്യേക മണ്ഡലങ്ങൾ. ശരിയാ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത 2 പ്രളയം വന്നു. ശരിയാ നീ പറഞ്ഞത്. ഫോറൻസിക് പ്രവാചകന്മാർ വരെ ഉണ്ട്. പ്രളയം വരുന്നതിന് മുമ്പ് ഒരെണ്ണത്തെ കാണത്തില്ല. പ്രളയം വരുമ്പോൾ എല്ലാ ക്ഷുദ്രജീവികളും മാളത്തിൽ കയറും. വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാം വെളിയിലിറങ്ങും. എന്നാ മിണ്ടാത്ത? സ്തോത്രം.
അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ മുഖം മറച്ചു കളയുന്ന പിശാചിൻ്റെ തന്ത്രം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ ആത്മാവല്ല നിന്നിൽ വ്യാപരിക്കുന്നത്, വിവേചനത്തിൻ്റെ ആത്മാവ് നിന്നിലുണ്ടെങ്കിൽ തെറ്റെന്ത് ശരിയെന്തെന്ന് തിരിച്ചറിയുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിനെ നീ പരിശോധിക്കണം. ആമേൻ. ഞങ്ങളാരും സുവിശേഷത്തിനെതിരല്ല. നെഞ്ചും നെറ്റിയും കൊടുത്ത ഏത് പാതിരാത്രിക്കും സത്യസന്ധമായി സുവിശേഷം പറയുന്ന അഭിഷിക്തന്മാർ എവിടെ യോഗം വെച്ചാലും അവിടെ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഏത് പാതിരാത്രിക്കും ഒരു വണ്ടിയെടുത്ത് ചാടിയിറങ്ങാൻ നെഞ്ചും നെറ്റിയും കൊടുത്ത് നിൽക്കുന്നവരാണ് ഞങ്ങളെ. അറ്റ് ദ സെയിം ടൈം അതേസമയം വേദപുസ്തകം പറയുന്ന മറുവാചകം കൂടിയുണ്ട്. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും, അടുത്ത വാചകം, വഷളനെ നിന്ദ്യനായി എണ്ണണം. നിങ്ങൾ ഇതിൽ ഒന്നേ വായിച്ചിട്ടുള്ളൂ, ഞാൻ രണ്ടും വായിച്ചിട്ടുണ്ട്. യഹോവ ഭക്തന്മാരെ അങ്ങേയറ്റം ബഹുമാനിക്കും. ചങ്ക് കൊടുത്ത് കൂടെ നിൽക്കും. ഉടായിപ്പ് കാണിക്കുന്ന ഒരുത്തനെയും വിടത്തില്ല. വഷളനെ നിന്ദ്യനായി തന്നെ എണ്ണും. അത് വേറെ കാര്യം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. പറയുക, പുത്രത്വം നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശുക്രിസ്തുവിലൂടെ തിരിച്ചു തരുന്ന പദ്ധതിയാണ് സുവിശേഷം. ഓടിവരാം. അപ്പോൾ ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം. അങ്ങനെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, കരുണാമയനായ ദൈവം, ഒരുപാട് പൊറുക്കുന്ന ദൈവം, പടച്ചവൻ, സുട്ടാവ്, അവരുടെ പാപം അങ്ങ് പുറത്തു കൊടുത്തെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തോട് ഒന്നിച്ച് വസിക്കാനുള്ള പദവിയിൽ ഇവർ സൃഷ്ടിക്കപ്പെട്ടു. പാപം ചെയ്തപ്പോൾ ആ പദവി നഷ്ടപ്പെട്ടു. ദൈവം അവരുടെ പാപം പൂർണ്ണമായി എന്ത് ചെയ്തു? പുറത്തു കൊടുത്തു. അങ്ങനെയാണ് അവർ വീണ്ടും പഴയ സ്ഥിതിയിലായില്ലേ? ആകണ്ടേ? പിന്നെന്തിനവരെ പുറത്താക്കി? ചാരമൂട് മറുപടി പറയണം. പിന്നെന്തിനവരെ പുറത്താക്കി? അവരുടെ പാപം തോട്ടത്തിൽ വെച്ച് തന്നെ പൊറുക്കപ്പെട്ടെങ്കിൽ അവർ വീണ്ടും പാപമില്ലാത്ത പഴയ അവസ്ഥയിലായല്ലോ. അവർക്ക് പടച്ചവന്റെ കൂടെ വസിക്കാലോ. പിന്നെ എന്തിനവരെ ഏദൻ പൂങ്കാവനത്തിൽ നിന്ന് അടിച്ചു വെളിയിൽ കളഞ്ഞു? അപ്പം മറുപടി പുസ്തകം പറയുന്നു, പാപം തീർന്നില്ല. ആദാമ്യ പാപത്താൽ സർവ മനുഷ്യരും പാപികളായി എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ചോദിക്കും, യുക്തിക്ക് നിരക്കുന്ന പറയടൂ, ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാകുന്നത് എങ്ങനെയാ? ആദാമും ഹവ്വായും പാപം ചെയ്തു, സമ്മതിച്ചു. അതിന്റെ പേരിൽ ബാക്കിയുള്ള മനുഷ്യൻ എങ്ങനെ പാപിയാകും? ഇനി ആയാൽ തന്നെ അത് നിങ്ങൾ ക്രിസ്ത്യാനികൾ മാത്രം ആയാൽ പോരെ? ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ പാപിയാണെന്ന് നീയൊക്കെ എന്തിനാ പറയുന്നത്? കാരണമുണ്ട് സഹോദര. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തെ നിർമ്മിച്ച പടച്ചവൻ, ഈശ്വരൻ, ഭഗവാൻ, ദൈവം മനുഷ്യനെ ഹിന്ദുവായി സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയായി സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനായി സൃഷ്ടിച്ചെന്നല്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. നീ ആണാണോ പാപിയ? പെണ്ണാണോ പാപത്തില? കുറ്റകൃത്യത്തിന് ജാതിയുണ്ടോ? കുറ്റകൃത്യത്തിന് മതമുണ്ടോ? പാപത്തിന് മതമുണ്ടോ? ശ്രദ്ധിക്കണം. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും ഇത് ബാക്കിയുള്ള മനുഷ്യരിൽ എങ്ങനെ വരും? ക്രിസ്ത്യാനി മാത്രം വന്നാ പോരാ. എന്തുകൊണ്ട്? വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നത് ആദാം എന്ന ഏക മനുഷ്യനിൽ നിന്ന് സർവ മനുഷ്യരെയും ഉണ്ടാക്കിയെന്നാണ്. ഈ ഉപദേശം എന്തൊക്കെയായി പറയുന്നത്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറയാം. എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും കുഞ്ഞ് ജനിക്കുന്ന കുഞ്ഞാരാ? എയ്ഡ്സ് രോഗി. ഈ ചോരക്കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? വല്ല തെറ്റും ചെയ്തോ? ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? എന്നാ പറയാത്ത? ഇല്ല. ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന് എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ചെങ്ങാണ്ട് ഷേവ് ചെയ്തോ? അങ്ങനെ വന്നെയാണോ രോഗം? അല്ല. അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതാ. അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു. എല്ലാ ഡിഗ്രിക്കും നിരക്കും, എല്ലാ യുക്തിക്കും നിരക്കും, എല്ലാ മെഡിക്കൽ സയൻസും സമ്മതിക്കും. പക്ഷെ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും രക്തത്തിലൂടെ വന്നു. ആണല്ലോ. അങ്ങനെങ്കിൽ അതേ യുക്തി തന്നെ ഇവിടെയും നിരപ്പിക്കാം. ആദാമ്യ പാപം എങ്ങനെ സർവ്വ മനുഷ്യരിലേക്കും വരും? മറുപടി ബൈബിൾ പറയുന്നു, ആദാമെന്ന ഏക രക്തത്തിൽ നിന്നാണ് ദൈവം ഈ ഭൂമിയിലെ സകല മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഉപദേശം എന്നാ പറയുന്നത്? ആദാമെന്ന ഏക രക്തത്തിൽ നിന്ന് കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്നോ? ആന്നേ.
ഹൈ, അതെങ്ങനെ പറയാം? നാളെ രാവിലെ 4 ബോട്ടിൽ എടുക്കണം, ചെറിയ ബോട്ടിൽ. 4 മൃഗങ്ങളുടെ രക്തമെടുക്കണം. 1 ആട്, 2 ആന, 3 പോത്ത്, 4 പശു. ഇവിടെ പശു എന്നൊക്കെ പറയാലോ അല്ലേ? അപ്പൊ എടുത്തിട്ട് അടുത്ത ലാബിലോട്ട് കൊണ്ട് കൊടുക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ദാണ്ട, ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. ശരിയല്ലേ? ശരിയാ. വീണ്ടും 4 ബോട്ടിൽ എടുക്കണം. ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനിയൊന്നിൽ ഇവിടുത്തെ പള്ളിയിലെ അച്ഛന്റെ രക്തം, ഇനിയൊന്നിൽ ഈ ഇരിക്കുന്ന ഒരു ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ അതേ പെമ്പിള്ളേരെ കൈ കൊടുക്കണം. ഏതെങ്കിലും ലാബുകാർ സ്റ്റിക്കർ ഒട്ടിച്ചു തരുമോ? ദേ മാറിപ്പോവല്ലേ, മൂല ഇരിക്കുന്നതാണ് മുസ്ലിയാർ, പുറത്തോട്ടിരിപ്പുണ്ട് പള്ളിയിൽ അച്ഛൻ. വേണ്ട, അറ്റത്ത് വെച്ചിരിക്കുന്ന പൂജാരിയുടെ രക്തം പറയുമോ? ABCD ഗ്രൂപ്പ് തിരിച്ചെന്നിരിക്കും. അതവിടെ നിൽക്കട്ടെ. പിള്ളേരിറങ്ങി വന്നിട്ട് പറയും, ദേ മനുഷ്യനെ മെനക്കെടുത്തല്ലേ കേട്ടോ, ഇതെല്ലാം മനുഷ്യന്റെ രക്തമല്ലേ എന്ന് പറയും. ഇതെല്ലാം മനുഷ്യന്റെ രക്തമല്ലേ? കാവിയെടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. ഇതറിയാത്തൊരു ജന്തു ലോകത്തിലുണ്ട്. ആരാ? മനുഷ്യൻ. അവൻ കൊല്ലാൻ നടക്കുക. എല്ലാ രക്തവും ഒന്നാണെന്ന് അറിയുന്ന ഒരു ജന്തുവുണ്ട്. അതിന്റെ പേര് കൊതുകെന്ന. ഒരു പണക്കവും ഇല്ല പുള്ളിക്കൊരു പണക്കവും ഇല്ല ഏത് രക്തമായാലും. എന്നാൽ ഇത് അറിയേണ്ട മനുഷ്യൻ കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും തോളോട് തോൾ ചേർത്ത് പിടിച്ച് ഇതെന്റെ സഹോദരനാണ്, എൻ്റെ അപ്പന്റെ സൃഷ്ടിയാണ്, എൻ്റെ കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പിറപ്പിന്റെ കഴുത്തെറുക്കാനും കയ്യും കാലും വെട്ടാനും മടിയില്ലാത്ത ഒരു തലമുറ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ: നീ പാപിയാണ്. ആമേൻ. അതാ പറഞ്ഞത്. ഭൂതലത്തിലെങ്ങും വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. വായിച്ചോ. അപ്പോസ്തലപ്രവൃത്തി 17:26. വായിച്ചാട്ടെ വേഗം. 26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് നിർത്തി വായിക്കണേ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന്. അവൻ എന്ന് പറഞ്ഞാൽ ദൈവം, ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ആദാം. അവൻ ഒരുത്തനിൽ നിന്ന്, ആദാം എന്ന ഏകരക്തത്തിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. കണ്ടോ? ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് പ്രപഞ്ചത്തെ നിർമ്മിച്ച പടച്ചവൻ. ചിരിയുടെ ആഴത്തിൽ പറയാം. അതിന് 24-ാം വാക്യം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. കണ്ടോ? നിർത്തി വായിക്കണ വെച്ചാൽ ഇച്ചിരി കാര്യം പറയാനുണ്ടേ. ഈ പുസ്തകം പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത നീ കേട്ടോ. ലോകവും അതിലുള്ള സകലതും ഉണ്ടാക്കിയ ദൈവം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നിന്നെ ഉൾപ്പെടെ ഉണ്ടാക്കിയ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി കാത് തുറന്ന് കേട്ടോണം. നീ ഉണ്ടാക്കിയ ദൈവത്തെക്കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ലോകവും ഇതിലുള്ള സകലതും നിന്നെ ഉൾപ്പെടെ ഉണ്ടാക്കിയ ദൈവം. നീ ഉണ്ടാക്കിയ ദൈവത്തെയല്ല, നിന്നെ ഉണ്ടാക്കിയ ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, അതിലുള്ള സകലതും ഉളവാക്കിയ ദൈവം. സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. കണ്ടോ? ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ഏക സത്യ നിത്യ ദൈവമായ പടച്ചവൻ സൃഷ്ടാവ് ഈശ്വരൻ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമായത് കൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കണ്ടോ? ആമേൻ. ദൈവത്തെ കുറിച്ച് നീ മനസ്സിലാക്കണം. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നവനല്ല ദൈവം, ഒരു വില്ലേജിൽ ഒതുങ്ങിയിരിക്കുന്നവനല്ല ദൈവം. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ, സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. ആകെ കൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ അവൻ വാസം ചെയ്യുന്നില്ല ദൈവം. ആമേൻ. നീ പറയുന്നതനുസരിച്ച് കയറാനും, നീ പറയുന്നതനുസരിച്ച് ഇറങ്ങാനും, നീ പറയുമ്പോൾ അടയ്ക്കാനും, നീ പറയുമ്പോൾ തുറക്കാനും, ആമേൻ, നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല ദൈവം. ആമേൻ. മൂക്കിലെ ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴത്തടി പോലെ റോഡേ കിടക്കുന്ന പീറ മനുഷ്യ, നിന്റെ കൽപ്പന അനുസരിച്ച് കയറാനും ഇറങ്ങാനും പോകാനും വരാനും ആമേൻ നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല ഈശ്വരൻ. ആമേൻ. അത് പറയുമ്പോൾ ഇവിടുത്തെ പെന്തക്കോസുകാരും കൂടെ ഞാൻ ചേർത്ത് പറയാം. ആമേൻ. മുട്ടത്തോട് മാറാത്ത കുറെ പിള്ളേര് സ്റ്റേജിൽ കയറി നിന്ന് പരിശുദ്ധാത്മാവ് കയറട്ടെ, ഇറങ്ങട്ടെ, ഇപ്പൊ വ്യാപരിക്കുക പ്രാപിച്ചു എന്നൊക്കെ പറയുമ്പോൾ നീ പറയുന്നതനുസരിച്ച് തുള്ളാൻ നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല പരിശുദ്ധാത്മാവ്.
പിതാവെന്ന് കേൾക്കുമ്പോൾ എത്ര ഗൗരവവും പേടിയും ബഹുമാനവും ഉണ്ടോ, അതുപോലെ പുത്രനെന്ന് കേൾക്കുമ്പോഴുണ്ടാകണം, അതുപോലെ പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോഴുണ്ടാകണം. ഇവിടെ അങ്ങനെയല്ല. പിതാവെന്ന് കേൾക്കുമ്പോൾ അയ്യോ ഭയങ്കര പേടി. പുത്രൻ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല, കാരണം ജാമ്യക്കാരനാണല്ലോ. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പം കാര്യസ്ഥൻ, വേലക്കാരൻ. കുഞ്ഞുകളിയല്ല. ഇന്ന് സ്റ്റേജിലും ടി വിയിലും കയറിയിരുന്ന് ആത്മാവെന്നോട് പറയുന്നു, ഓ ആത്മാവ് കാണിക്കുന്നൊക്കെ പറയുമ്പോൾ ഇതിനെല്ലാം നീ കണക്ക് കൊടുക്കേണ്ടി വരും. പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ ചാക്കും ചുക്കും പൊട്ടത്തരവും പറഞ്ഞുകൊണ്ട് ജനത്തെ വഞ്ചിക്കുന്ന കബളിപ്പിക്കുന്ന സകല കള്ളന്മാരും ദൈവസന്നിധിയിൽ വില കൊടുക്കേണ്ടി വരും. കേട്ടോ ദൈവദാസന്മാരെ, പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ കേട്ടോ, അടിയൊന്നുമില്ല. പക്ഷെ പറയാത്തത്, കാണിക്കാത്തത്, ഇടപെടാത്തത്, സ്റ്റേജിൽ കയറുന്നുണ്ട് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചെന്ന്. ചില ആളുകൾ പറയും, ഞാനൊരു ദൂത് തയ്യാറാക്കിയാ വന്നേ, പക്ഷെ ഞാൻ ആ ഗ്രൗണ്ടിലോട്ട് കയറിയപ്പോൾ ആത്മാവ് ആ ദൂതെല്ലാം തട്ടി മാറ്റി. ബെടലത്തരം പറയല്ലേ നീ. ആമേൻ. കേൾക്കുന്നുണ്ടോ? ആമേൻ. വെറുതെ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ വ്യാജം പറഞ്ഞ് വെറുതെ അടിമേടിക്കല്ല നീ. സ്തോത്രം. പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ചില പെണ്ണുങ്ങളോട് ഞാൻ പറയാം, അടുത്തെവിടെങ്കിലും ഒരു കത്തിക്കുത്ത്, കൊലപാതകം, ഇടി, മോഷണം, ബലാത്സംഗം, ആക്സിഡന്റ്, തൂങ്ങിച്ചത്ത് എന്തെങ്കിലും നടന്നാൽ ചില പെണ്ണുങ്ങൾ ചാടി, കഴിഞ്ഞ ആഴ്ച എന്നെ കാണിച്ചേ ആടി. ചുമ്മാ വെറുതെ അടിയൊന്നും മേടിച്ച് വെക്കരുത്. നീ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എല്ലാം ചത്ത് കഴിയുമ്പോൾ ഇറങ്ങും, എന്നെ കാണിച്ചാണ് ആണ്ട സ്വോത്രമൊക്കെ പോയി. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ഇത് കുഞ്ഞുകളിയല്ല വിശ്വാസ ജീവിതം. ഈ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് ഇത് തീയാ. ഇത് ചുമ്മാ പിള്ളേർക്ക് കയറി കിടന്ന് കളിക്കാനുള്ള സ്ഥലമല്ല വിശുദ്ധന്മാരുടെ പുൾപിറ്റെന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ എതിർക്കുന്നത്. ഉമ്പനാട്ടയൊക്കെ ചില കാര്യങ്ങളെ ഞങ്ങൾ എതിർത്തപ്പോൾ ചില ആളുകൾ ചോദിച്ചു, എന്തിനാ എതിർക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പ്രതികരിക്കുക എന്തിനാന്ന് ചോദിച്ചു. പറയാം. പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ എവിടെ കണ്ടാലും പട്ടിയെപ്പോലെ റോഡിലിട്ട് തല്ലുന്ന ആമെ കൂട്ടത്തിൻ്റെ നേതാവ് സ്റ്റേജിലും തല്ലുകൊണ്ട പാവപ്പെട്ട ഉപദേശം അവൻ്റെ വീട്ടിൽ പറയണ്ടേ. തല്ലുകൊണ്ട ഉപദേശി മാവിൻ്റെ ചോട്ടി നെടുവീർപ്പിട്ടുകൊണ്ട് സ്റ്റേജിൽ നോക്കി നിൽക്കുക. അവൻ്റെ സ്വപ്നങ്ങൾക്ക് ദൂരെയാണ് സ്റ്റേജ്. കയറാൻ പാടില്ല, അതിന് യോഗ്യതയില്ല. പക്ഷെ അടിച്ചവൻ്റെ നേതാവ് സ്റ്റേജിൽ കയറി മൈക്കും പിടിച്ചുകൊണ്ട് വെള്ളയൊക്കെ ഇട്ട് നിൽക്കുന്നു. നിന്നെയൊക്കെ ദൈവം വറചട്ടിയിലിട്ട് വറക്കും. ആമേൻ. ഉണ്ടോണം. ആമേൻ. നീതിമാന്മാരെ മറിച്ചു കളയുന്ന, സാധുക്കളെ മറിച്ചു കളയുന്ന, ആമ ഇരട്ടത്താപ്പ് നയമുള്ള, ആമേ സകല എണ്ണത്തെയും ദൈവം വെറുതെ വിടത്തില്ലെന്ന് കുറിച്ചിട്ടോണം. ആമേൻ. ദൈവം വെറുതെ വിടത്തില്ല. ദൈവം നീതിയുള്ള ദൈവമാ. ആമേൻ. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. അവരെ ദൈവം കരുതിക്കൊള്ളും. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ആ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പുട്ടിന് വീര പോലെ വരണമല്ലോ ഇടയ്ക്ക്. അതുകൊണ്ട് പറയുക, ശ്രദ്ധിച്ചോണം. അപ്പോൾ ആമേൻ, പാപത്തിൽ വീഴാൻ കാരണമെന്താ? ആമേൻ, ഏകരക്തത്തിൽ നിന്ന് സർവ്വ മനുഷ്യജാതിയെയും ഉളവാക്കിയെന്ന് പറയുന്നു. അതുകൊണ്ട് ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. കാര്യം ദൈവം ഒറ്റ മനുഷ്യനിൽ നിന്ന് സകലത്തെയും ഉളവാക്കി. എന്തിന്? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. അതുകൊണ്ട് ഈ സൃഷ്ടാവെന്ന് പറയുന്ന ഈശ്വരൻ പടച്ചവൻ ഈ മൂക്കിൽ ശ്വാസം വലിച്ച് താഴോട്ട് വിട്ടത് മേപ്പോട്ട് വിടാനോ, മേപ്പോട്ട് വലിച്ചോ കീപ്പോട്ട് വിടാനോ കഴിയാതെ പോയാൽ വാഴത്തടി പോലെ കിടക്കുന്ന പീറ മനുഷ്യ, നിന്റെ കൽപ്പന അനുസരിച്ച് കയറി ഇറങ്ങുകയും ചെയ്യുന്ന വേലക്കാരനല്ലടോ ദൈവം. ആമേൻ. അതുകൊണ്ടാ പറഞ്ഞ, മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ആ ദൈവം കുടിയിരിക്കുന്നില്ല. പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ കുടിയിരിക്കുന്നില്ല. അതിന് പെന്തിക്കോസ് പള്ളിയിലായാലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഓടിച്ചെല്ലുമ്പോൾ യേശു അവിടുത്തെ പ്രതിഷ്ഠയായിട്ടിരിപ്പില്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ നടുവിലേക്ക് എഴുന്നള്ളി വരുന്നത്. സാന്നിധ്യമാണ്, മഹത്വമാണ് നമ്മുടെ നടുവിലേക്ക് എഴുന്നള്ളി വരുന്നത്. നാം പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ആലയത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങിപ്പോകുമ്പോൾ യേശു അതിനകത്ത് കുറ്റിയടിച്ചിരിക്കുകയല്ല, പകരം ഇറങ്ങിപ്പോകുന്ന നിന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ, നിന്റെ ഹൃദയമാകുന്ന കെട്ടിടത്തിൽ, നിന്റെ ഹൃദയമാകുന്ന മന്ദിരത്തിനകത്ത് നിന്റെ ഒപ്പം വസിക്കുവാനാണ് ഈ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസ് പള്ളിയിലും ചിലപ്പോൾ ഇടിവെട്ടിയാൽ പൊളിഞ്ഞെന്ന് വരാം, മഴ പെയ്താൽ വെള്ളം കയറിയെന്ന് വരാം, പ്രശ്നമില്ല. കാരണം ഞങ്ങളാരും വെളിയിലിറങ്ങിയെന്ന് അയ്യോ എൻ്റെ യേശുവിന് ഈ ഗതി വന്നല്ലോ എന്നൊന്നും പറഞ്ഞ് നിലവിളിക്കത്തില്ല. കാരണം അതിനകത്ത് യേശു കുറ്റിയടിച്ചിരിപ്പില്ല. ആമേൻ. പക്ഷെ പള്ളിക്കാരൊക്കെ നിലവിളിക്കേണ്ടി വരും കേട്ടോ. പ്രളയ സമയത്ത് താടിയും മുടിയും നീട്ടി വളർത്തി എത്ര യേശു ഒഴുകി നടന്നു. എന്നാ മിണ്ടാത്ത ആരും?
ഏതെങ്കിലും ചാക്കോച്ചായ ഹെലികോപ്റ്ററിനെ നോക്കിയിട്ട് നിലവിളിച്ചോ, ഹലോ പ്ലീസ് ഞങ്ങളുടെ യേശുദാ പോകുന്നു, ഒന്ന് രക്ഷിക്കൂ പ്ലീസ്, യേശുവിനെ രക്ഷിക്കണമെന്ന് ആരേലും പറഞ്ഞോ? പറഞ്ഞത് മുഴുവൻ എന്നെ രക്ഷിക്കണമെന്നാ അല്ലേ? ശരിയാണോ ഈ പറഞ്ഞേ? മനസാക്ഷി കൈവച്ചുകൊണ്ട് കൊഞ്ഞനം കുത്തി കാണിക്കരുത്, മനസാക്ഷി കൈവച്ചുകൊണ്ട് പറ, സത്യമല്ലേ? ഒഴുകിപ്പോയെന്നെ രക്ഷിക്കണമെന്ന് ആരേലും വിളിച്ചോ? ഇല്ല, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ ഹെലികോപ്റ്റർ ഇവനെ തൂക്കിയെടുത്ത് രക്ഷിച്ച് ക്യാമ്പിൽ കൊണ്ടുപോയി. 4 ദിവസം കഴിഞ്ഞ് വെള്ളം ഇറങ്ങി ഇവൻ ക്യാമ്പിൽ നിന്ന് ആരോഗ്യത്തോടെ തിരിച്ചു വന്നപ്പോൾ അത് ചെളിയും പിടിച്ച് അവിടെ കിടക്കുന്നു. അതിനെ എടുത്ത് തുടച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇവൻ പറയാണ് എന്നെ രക്ഷിക്കണമെന്ന്. നിനക്കെന്ന് നേരം വെളുക്കും? ആമേൻ. നിനക്കെന്ന് നേരം വെളുക്കും? ആമേൻ. നീ പറയുന്നതനുസരിച്ച്, നിന്റെ കൺട്രോളിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കി ഇരിക്കുകയും ചെയ്യുന്നവനല്ല. പകരം ഇവിടുത്തെ മെഡിക്കൽ സയൻസ് പോലും, RCC പോലും, ഡോക്ടർമാർ MBBS LLB ഒക്കെ പോലും അവരുടെ ബുദ്ധിയും കണ്ടുപിടുത്തവും ടെക്നോളജിയും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒടുവിൽ അവർ പറയുന്നൊരു വാചകമുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയും. കാരണം ഇവിടുത്തെ ഡിഗ്രിക്കും പഠിത്തത്തിനും കണ്ടുപിടുത്തങ്ങൾക്കും ഒക്കെ 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 അപ്പുറത്താണ് ദൈവം. ആമേൻ. അതുകൊണ്ട് മനുഷ്യ അഹങ്കരിക്കരുത്. വല്ലതും നേടിയെന്ന് വെച്ച് അഹങ്കരിക്കരുത്. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും കളറിൻ്റെയും കൊടിയുടെയും ഒക്കെ തമ്മിൽ തല്ലുന്ന മൂഢ മനുഷ്യ, നീ തിരിച്ചറിയണം, ജാതിയും മതം ഒന്നും ഇല്ലാത്ത ചില നിമിഷങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരും. അങ്ങനെ വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ടും പഠിച്ചോ മനുഷ്യൻ? പഠിച്ചോ? നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എൻ്റെ പറമ്പിൽ കൂടെ പോകുന്നതെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വരാന്ന് വിളിച്ചു. എന്നിട്ട് പഠിച്ചോ? പഠിച്ചില്ല. നിസാരപ്പെട്ട മഞ്ഞപ്പൊടിയും പഞ്ചസാരയും മോഷ്ടിച്ചെന്ന പേരും പറഞ്ഞ് മധു എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പട്ടിയെപ്പോലെ തല്ലിക്കൊന്ന കേരളത്തിന് വിശപ്പിന്റെ വില എന്തെന്ന് ദൈവം പഠിപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ട് ബാലൻസ് ഉള്ളവൻ ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി നിലവിളിച്ചപ്പോൾ അവൻ പഠിച്ചു വിശപ്പിന്റെ വില എന്താന്ന്. അതുപോലെ ദൈവം ചിലത് പഠിപ്പിക്കും, ഇനിയും പഠിപ്പിക്കും. അഹങ്കരിക്കരുത്. വല്ലതും നേടിയെന്ന് അഹങ്കരിക്കരുത്. ഞാനൊരു ആത്മീയ ചിന്ത പെന്തക്കോസുകാരോട് പറയാം. പത്രോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നത്തോലി പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഹൃദയം നുറുങ്ങി വലയം കഴുകി നിൽക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ യേശു സമീപത്ത് ആരെങ്കിലും ആണെന്ന് വെച്ചോ, ആമേ, സ്വാഭാവികമായിട്ടും എങ്ങോട്ട് വീഴും? പറ. നത്തോലി ഇല്ലാത്ത പടക് നെമ്മീൻചൂര കിടന്ന് പടയ്ക്കുന്ന കണ്ട എങ്ങോട്ട് വീഴും? പറ. ആ മീൻ്റെ മണ്ടയ്ക്കോട്ട് കവന്ന് വീണിട്ട് പറയാം, അങ്ങോട്ട് മാറി എൻ്റെ പടയിലോ മീൻ കയറി മീൻ്റെ നെഞ്ചത്തോട്ട് വീഴും. പക്ഷേ കണ്ണു തുറന്ന് പുസ്തകത്തെ നോക്കി വായിച്ചിട്ടൊന്ന് വരയിട്ട് വെക്കണം. ശിമോൻ പത്രോസ് ഇത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നന്മ ലഭിച്ചപ്പോൾ ലഭിച്ച നന്മയുടെ പുറത്തല്ല അവൻ കവിന്ന് വീണത്, അത് തന്ന യേശുവിൻ്റെ കാൽക്കലോട്ട് വീണു. പെന്തക്കോസ് സമൂഹത്തോട് ഈ വീഡിയോയിലൂടെ ഞാൻ വിളിച്ചു പറയാം, ആമേൻ, 1 സെന്റ് വസ്തുവില്ല, ഒരു വീടില്ലെന്നൊക്കെ പറഞ്ഞ് ആലയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ വന്നു കയറി ഒരു ജോലിയില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവകുഞ്ഞുങ്ങളും ദൈവമക്കളും ദൈവദാസന്മാരും ഉപവസിച്ച് കൊടലുപൊട്ടി പ്രാർത്ഥിച്ച് സ്ഥിതി മാറിയപ്പോൾ, ആമേൻ, ഇപ്പോൾ ലഭിച്ച നന്മയുടെ പുറത്ത് കിടന്ന് മതിക്കുന്ന ആത്മീയ ലോകത്തെ നോക്കി ഞാൻ പറയാം, ആമേൻ, ലഭിച്ച നന്മയുടെ പുറത്ത് കിടന്ന് പുളയ്ക്കാതെ അത് തന്ന യേശുവിന്റെ പാദപീഠത്തിലേക്ക് വീഴ്. ആമേൻ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിന്നെ ഇന്ന് കാണുന്ന സകലവിധമാകുന്ന സ്ഥാനമാനങ്ങളും വീടും കാറും സകലവിധമാകുന്ന സാഹചര്യങ്ങളും ഒതുക്കി തന്നപ്പോൾ അത് തന്ന കർത്താവിനെ മറന്നിട്ട് ലഭിച്ച നന്മയുടെ പുറത്ത് കിടന്ന് പുളയ്ക്കുന്ന ആത്മീയ ലോകമേ, നീ മടങ്ങി വരണം. നന്മയുടെ പുറത്ത് കിടന്ന് പുളയ്ക്കുക, അത് തന്ന കർത്താവിനെ മറന്നുപോയി. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഓടിക്കളി പള്ളി വന്നവനാ. ഉപവസിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചും ജോലി കിട്ടി. ഇപ്പൊ ആരാധനയ്ക്ക് കാണുന്നില്ല. വിളിച്ചപ്പോൾ പറയുക, ഏറ്റവും കൂടുതൽ ബിസിനസ് ഇപ്പം ഞായറാഴ്ച. പാസ്റ്റർ എന്ത് ചെയ്യാനാ? പാസ്റ്റർ വിഷമിക്കേണ്ട, കൃത്യം ദശാംശം ഞാൻ അവിടെ തരാം. പിന്നെ പാസ്റ്റർക്ക് അത് മതിയല്ലോ, അതുകൊണ്ട് പുള്ളിക്ക് പണക്കമില്ല. ആമേൻ. നീ തിരിഞ്ഞു നോക്കണം കേട്ടോ, തിരിഞ്ഞു നോക്കണം. ഇപ്പൊ നിനക്ക് ഞായറാഴ്ച ഭയങ്കര ബിസി അല്ലേ? ആമേൻ. ആ ബിസി തന്ന ദൈവത്തെ പോലും മറന്നിട്ട് നിനക്ക് ബിസിയാണെങ്കിൽ നിന്നെ ആ പഴയ അവസ്ഥയിൽ ഒരു ബിസിയും ഇല്ലാതെ ഇരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് നീ മറന്നു പോകരുത്. ആമേൻ. ചെങ്ങന്നൂർ ഭാഗത്തുള്ള ഒരു ദൈവദാസൻ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് ഒരു മനുഷ്യൻ്റെ പിറകെ നടന്ന് പറഞ്ഞു, സാറേ, സാറിനോട് സംസാരിക്കാൻ ദൈവം ഇടപെടുന്നു, എനിക്കൊരു 10-15 മിനിറ്റ്. എൻ്റെ പൊന്നുപദേശി, മനുഷ്യൻ തീ പിടിച്ച പോലെ കിടന്ന് ഓടുക, സമയമില്ല, പിന്നെ കാണാവട്ടെ. ശരി. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും വിളിച്ചു. ആമേൻ.
ആയില്ല, പിന്നെ അങ്ങനെ ആവട്ടെ, ശരി. മൂന്നാമത്തെ ദിവസം വിളിച്ചപ്പോൾ ഒരു കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലെൻ്റെ നമ്പറുണ്ട്, ഈ നമ്പറിൽ സമയം പോലെ ഒന്ന് വിളിക്ക്, ഞാനൊരു അപ്പോയിൻമെൻറ്റ് തരാം, ആ സമയത്ത് സംസാരിക്കാം. ശരി. അത് കഴിഞ്ഞ് ഉപദേശി വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു സമയം തരാം, ഇപ്പോൾ ഒക്കെ ഭയങ്കര തിരക്കാ ഉപദേശി എന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല, കട്ട് ചെയ്തു. ഉപദേശി പിന്നെ വിളിക്കാനും പോയില്ല. നാളുകൾ ചിലത് കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂർ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി, പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വെള്ളം കയറി. സഭ കമ്മിറ്റി കൂടി, നമുക്ക് ക്യാമ്പുകളൊക്കെ സന്ദർശിക്കണ്ടേ, വല്ലതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ, നമ്മൾ ദൈവമക്കളല്ലേ, ശരി എന്നാൽ പോകാമെന്ന് പറഞ്ഞ് സഭയെല്ലാം കൂടെ കുറച്ച് ബ്രെഡും പഴമൊക്കെ വാങ്ങി ദൈവദാസന്മാരെല്ലാം കൂടെ ക്യാമ്പ് സന്ദർശിക്കാൻ ചെന്നപ്പോൾ സമയമില്ലാത്ത അച്ചായൻ ബെഞ്ചി കുത്തിയിരിക്കുന്നു ക്യാമ്പിൽ. സമയമുണ്ടോ അച്ചായ ഇപ്പം ഇച്ചിരി നേരം കേൾക്കാനെന്ന്? എത്ര നേരം വേണമെങ്കിലും കേൾക്കാൻ ഉപദേശി, മാറിയിടാനുള്ളൊരു ഉടുപ്പ് പോലും ഇല്ലെന്ന്. നിന്നെ തിരികെ അവിടെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും കേട്ടോ. അതുകൊണ്ട് ലഭിച്ച നന്മയുടെ പുറത്ത് കിടന്ന് പുളയ്ക്കരുത്. അത് തന്ന കർത്താവിൻ്റെ കാലെ പൊട്ടനെ പോലെ വീണ് കിടക്കണം. മനസ്സിലാകുന്നുണ്ടോ? നോക്ക്, ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും കളറിൻ്റെയും കൊടിയുടെയും ഒക്കെ പേരിൽ തമ്മിലടിക്കുന്ന മൂട മനുഷ്യ. ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഒരു ടിപ്പറിൻ്റെ അടിയിൽ ചെന്ന് കയറിയാൽ ടിപ്പർ കൊന്തയും കഴുത്തിലിട്ടുകൊണ്ട് പോയവനെ ടിപ്പർ ഇടിച്ച് തെറിപ്പിച്ച് കിംസിലും നിംസിലും പൊക്കി എടുത്തുകൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ നമുക്ക് രക്ഷിക്കാം, തലയ്ക്കാണ് മുറിവ്. അത് കേട്ടുകൊണ്ട് കൂടെ വന്നവർ നെഞ്ചത്ത് കൈവച്ചപ്പോൾ അടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവിയുടുത്ത RSSകാരൻ പറഞ്ഞു, ഞാൻ തരാം ബ്ലഡ്, വേണ്ട നീ RSS അല്ലേ എന്ന് പറഞ്ഞ ചരിത്രം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇതൊക്കെ ഒന്ന് തിരിച്ചറിയണം. അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചുപോയി, കിഡ്നി തരാൻ പരസ്യം ചെയ്തു. പരസ്യം കണ്ടു വന്നത് ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരാ. എൻ്റെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ ചരിത്രം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. തണ്ടും തടിയും ആരോഗ്യം മസിലും ഒക്കെ ഉള്ളപ്പോൾ ഇതൊക്കെ ഉരുട്ടി പിടിച്ചുകൊണ്ട് ആളുകളെ ഉപദ്രവിക്കാത്ത നടക്കുമ്പോൾ തിരിച്ചറിയണം, ഇതൊന്നും ഇല്ലാത്ത ചില നിമിഷങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് വേദപുസ്തകം ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപികളെ. ഒന്ന് രണ്ട് ചിന്ത കൂടെ പറഞ്ഞങ്ങ് വിടാം, അതിനെ സമയമുള്ളൂ, പറയാം. മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചപ്പോൾ സംഭവിച്ച ദുരന്തങ്ങൾ ഒത്തിരിയുണ്ട്. അതെല്ലാം പറയാൻ സമയം പോരാ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം ഞാൻ പറയാം. മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്തെന്ന് ചോദിച്ചാൽ, അവൻ സൃഷ്ടാവിനെ മറന്നുപോയി. മനുഷ്യൻ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയെ ദൈവമെന്ന് വിളിക്കാൻ തുടങ്ങി. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങ് പറയട്ടെ. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ദൈവം. 2019 ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്നത് ആര്? മനുഷ്യൻ. അതാ ദുരന്തം. ഏത് തരത്തിലുള്ള വേണം? കണ്ണെഴുതി വേണോ, പൊട്ടുതൊട്ട് വേണോ, ലിപ്സ്റ്റിക് അടിച്ച് വേണോ, അവൻ ഉണ്ടാക്കി തരും ദൈവത്തെ. ഇന്ന് രാത്രി നീ മനം തിരിയണം, മാനസാന്തരപ്പെടണം. നീ സൃഷ്ടിക്കുന്ന ദൈവമല്ല, നിന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, നിന്നെ നിർമ്മിച്ചൊരു ദൈവമുണ്ട്, പ്രപഞ്ചത്തെ നിർമ്മിച്ചൊരു ദൈവമുണ്ട്, ഏക സത്യ ദൈവമുണ്ട്. അതാ പറഞ്ഞ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കൊണ്ടുവച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം. പേടിച്ചിരിക്കുക, വരണ്ടായിരുന്നു. വല്ലപ്പോഴും നീ വെളിപ്പാട് പുസ്തകം ഒന്ന് വായിക്കണം. പീരുക്കൾ, ബാക്കിയൊന്നും പറയണ്ട, ബാക്കിയെല്ലാം നമുക്കറിയാലോ. എങ്ങോട്ട് പോകത്തില്ല. നീ മേടിച്ച് ഇവിടെ കിടന്ന് കിട്ടാന്ന് അടിച്ച് ഇവിടെ കിടക്കത്തേ ഉള്ളൂ, അങ്ങോട്ട് പോവൂല. അത് ഞാനല്ല പറഞ്ഞ പുസ്തകമാണ്. മനസ്സിലാക്കുന്നുണ്ടോ? നീ ഇവിടെ കിടന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, മേപ്പോട്ട് പോകണമെങ്കിൽ. മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയാൻ ലജ്ജിക്കുന്നവനെ പിതാവിന്റെ മുമ്പിൽ ഞാനും ലജ്ജിക്കും. മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയാൻ ലജ്ജിക്കാത്തവനെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും.
വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പം സൂസമ്മ നീ ഇപ്പോൾ ഇല്ല ബെന്തിക്കോസിലൊക്കെ പോയെന്ന് കേട്ടല്ലോടി. ഞാനോ പോ സാറേ എവിടുന്ന്, നമ്മളങ്ങനെ കാണാൻ പോവുക, നമ്മൾ പണ്ടത്തെ പിന്നെ വീട്ടിൻ്റെ അടുത്തൊരു പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയി, അല്ല നമ്മളെങ്ങാനും അങ്ങോട്ട് മാറും. സാറ് ഇങ്ങോട്ട് എഴുതി തന്നേ. ഒരു നിസാര പേപ്പർ കഷണത്തിന് വേണ്ടി പോലും പ്രാണനാഥനെ തള്ളിപ്പറയുന്ന ഒറ്റ കൊടുക്കുന്ന യൂദായുടെ കുടുംബത്തിൽപ്പെട്ട സൂസമ്മയും മാനസാന്തരപ്പെടണം. തങ്കച്ചനും മാനസാന്തരപ്പെടണം. സകലയെണ്ണവും മാനസാന്തരപ്പെടണം. പരസ്യമായി വിളിച്ചു പറയാൻ, അഭിമാനത്തോടെ പറയാൻ, യെസ് ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. അതെ ഞാൻ പെന്തക്കോസ്തുകാരനാണെന്ന് നീ പറയുന്നെങ്കിൽ യെസ് അഭിമാനത്തോടെ പറയുന്നു, ഞാൻ പെന്തക്കോസ്തുകാരനാണ്. ആമേൻ, ഹല്ലേലൂയ. പാപം മനുഷ്യന്റെ അകത്ത് കടന്നു ചെന്നപ്പോൾ സൃഷ്ടാവിനെ മറന്നുപോയി. അതുകൊണ്ട് റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ജ്ഞാനികളെന്ന് പറഞ്ഞും കൊണ്ട് അവർ മൂഢന്മാരായി പോയി. മനുഷ്യൻ പാപമകത്ത് കയറിയപ്പോൾ സൃഷ്ടാവിനെ മറന്നുപോയ മനുഷ്യൻ. ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളെ ആരും ഇതൊന്നും പഠിപ്പിക്കണ്ട, ഇതിന്റെ അപ്പുറത്തൊക്കെ പഠിച്ച ആളുകളാ ഞങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ജ്ഞാനികളെന്ന് വിചാരിച്ചുകൊണ്ട് അവർ മൂഢരായി പോയി. അടുത്ത വാചകം: അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഒന്നുകൂടെ പറയാം, ചാരുമൂട്ടിലായതുകൊണ്ടായി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയ്ക്ക് കൊടുത്തു മനുഷ്യൻ. ഇത് നാലിനെയും കൂടെ ഒന്നിച്ചൊരു കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിയും. ആമേൻ. മനസ്സിലായില്ല? നാൽക്കാലി കുതിര, മനുഷ്യൻ പുറത്തിരിക്കുന്നു. ഇടജാതി താഴെ കിടക്കുന്നു. പക്ഷി, അതിന് ചിറകുണ്ട്, വേണമെങ്കിൽ വീട്ടിൽ പോയി പടം നോക്കൂ. നാലിനെയും കൂടെ ഒന്നിച്ചൊരു കൂട്ടിലാക്കി വെച്ചിട്ട് അക്ഷയനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും തേജസ്സും ദൈവത്തിന് കൊടുക്കാതെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവം അവനോട് ഒരിക്കലും കരുണ കാണിക്കുകയില്ല. ദൈവം അവനോട് ഒരിക്കലും കരുണ കാണിക്കുകയില്ല. അവനോട് ദൈവം ക്ഷമിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം മറന്നുപോയ മനുഷ്യൻ പാപമകത്ത് കയറിയപ്പോൾ സൃഷ്ടിയെ ദൈവമെന്ന് വിളിച്ചു. അവിടെ ദൈവിക പദ്ധതികൾ ആരംഭിച്ചു. എന്ത്? മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ച നാളിൽ തന്നെ തമ്പുരാൻ ഡിക്ലെയർ ചെയ്തു, ഇനി ഈ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ സ്ത്രീയുടെ സന്തതി വരും. മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ തന്നെ അവനെ രക്ഷിക്കാനുള്ള പദ്ധതിയും ദൈവകരത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ന്യായമായൊരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ യേശു വന്ന് മരിച്ചങ്ങ് രക്ഷിച്ചാൽ പോരെ, ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത്? ചോദ്യം വരും. ന്യായമായി മറുപടി പറയാം. എന്തിന് മനുഷ്യന് ദൈവം ന്യായപ്രമാണം കൊടുത്തു? ന്യായപ്രമാണം മനുഷ്യന് കൊടുത്തതിന് പ്രധാനമായി 3 ഉദ്ദേശങ്ങൾ ദൈവത്തിനുണ്ട്. ഒന്ന്, തെറ്റെന്ത് ശരിയെന്ത് എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. ഇത് വിവരിക്കാൻ എൻ്റെ മുമ്പിൽ സമയം ആ കൂടെ 10 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് പറയുക, തെറ്റെന്ത് ശരിയെന്തെന്ന് മനുഷ്യൻ അറിയണം. ഉദാഹരണം, കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മളെല്ലാവരും ഹെൽമെറ്റ് ഇല്ലാതെ ഈ ചാരുമൂട്ടിൽ കൂടെ ബൈക്ക് ഓടിച്ചു. ഒരു പോലീസും നമ്മളെ പിടിച്ചില്ല. എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെ ഓടിച്ചാൽ പോലീസ് നമ്മളെ പിടിക്കും. കാരണം നിയമം വന്നപ്പോഴാണ് അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായത്. ഇതുപോലെ മോശയിലൂടെ നിയമം കൊടുത്തു ദൈവം. എന്താണ് ഇഷ്ടം, എന്താണ് ദോഷം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തുകൂടാത്തത്, എന്താണ് ദൈവം ഇഷ്ടപ്പെടുന്നത്, എന്താണ് ദൈവം വെറുക്കുന്നത്, ഇങ്ങനെ അടുക്കടുക്കായി കാറ്റഗറി തിരിച്ചെഴുതിയ ഒരു കാറ്റലോഗ് പോലെ ദൈവം പ്രമാണം കൊടുത്തു. ഒന്നാമത്തെ ഉദ്ദേശം തെറ്റെന്ത് ശരിയെന്തെന്ന് മനുഷ്യൻ അറിയണം. രണ്ടാമത്തെ ഉദ്ദേശം മനുഷ്യന് അവന്റെ കർമ്മക്രിയാദി പ്രവർത്തികൾ കൊണ്ടൊന്നും ഏതനിൽ വെച്ച് കയറിയ പാപത്തിൽ നിന്ന് അവന് മോചനം ലഭിക്കാൻ പറ്റത്തില്ലെന്ന് ഒറ്റവാക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു തരത്തിലുള്ള പുണ്യ കർമ്മക്രിയാദി പ്രവർത്തികൾ കൊണ്ടും അവന് പാപത്തിൽ നിന്ന് സ്ഥായിയായ മോചനം ലഭിക്കത്തില്ലെന്ന് മനുഷ്യന് ബോധ്യപ്പെടണം. എന്തിന്? അങ്ങനെ ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വാസത്താലുള്ള രക്ഷ അവൻ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അതിന് നല്ലൊരു തെളിവ് ഞാൻ തരാം. നയമാൻ എന്ന് പറഞ്ഞ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിക്കാൻ എലീശയുടെ അടുത്ത് ചെന്നു. എലീശ പ്രവാചകൻ കൂളായിട്ട് പറഞ്ഞു, വേണ്ട യോർദാനിൽ പോയി 7 വട്ടം കുളിക്കാൻ പറഞ്ഞു. കേട്ടോണേ, പുള്ളിക്ക് അങ്ങ് ദേഷ്യം വന്നു. അതിനാ ഞങ്ങളുടെ നാട്ടിലൊന്നും കുളമില്ലാഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയാണോ ഇവിടം വരെ വന്നതെന്ന് ചോദിച്ചു. പുള്ളി അങ്ങ് ചൂടായി. ഉടനെ ഭൃത്യൻ പറഞ്ഞൊരു വാചകമുണ്ട്, യജമാനനെ, പ്രവാചകൻ ഇച്ചിരി വലിയൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഈ കുഷ്ഠം മാറാൻ ഇച്ചിരി ഒരു വലിയ മരക്കുരിശും എടുത്തുകൊണ്ട് ഈ താർട്ട് റോഡിൽ കൂടെ മുട്ടയിലഴിഞ്ഞ് മുട്ടിലെ തൊലിയുമൊക്കെ പോയി അങ്ങ് അടൂര് വരെ പോയാൽ കുഷ്ഠം മാറുമെന്ന് പറഞ്ഞെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു.
വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറഞ്ഞ ഇല്ല, പോത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ഇറങ്ങിയ സുഖമാവൂ? അതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ല. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ആമേൻ. പാപത്തിൻ്റെ മരണത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഒന്ന് നോക്കിയാൽ വിശ്വാസത്താലുള്ള രക്ഷ കിട്ടുമെന്ന് മനുഷ്യരോട് പറഞ്ഞാൽ അവൻ അംഗീകരിക്കത്തില്ല. അവൻ ഇത് അംഗീകരിക്കണമെങ്കിൽ ആദ്യം അവന് ബോധ്യപ്പെടണം, ഞാൻ ചെയ്യുന്ന ഒരുവിധമാകുന്ന പ്രവർത്തികൾ കൊണ്ടും എൻ്റെ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കത്തില്ലെന്ന് അവന് ബോധ്യപ്പെടണം. ഇന്നും അങ്ങനെയല്ലേ? മോക്ഷം തേടി സഞ്ചരിച്ച് അവനാവുന്ന പണി മുഴുവൻ ചെയ്തിട്ട് ഒരിടത്തും മോക്ഷം കിട്ടാതെ ഒരിടത്തും മോക്ഷം കിട്ടാതെ പരാജയപ്പെട്ടു വരുന്നവനല്ലേ? എല്ലായിടത്തും പോയി രക്ഷയില്ല. ഇനി വേണമെങ്കിൽ യേശുവിൻ്റെ അടുത്തൂടെ ഒന്ന് പോയി നോക്കാം. കാരണം എന്താ? അവന്റെ സകല പ്രയത്നങ്ങളും കൊണ്ട് മനസ്സിലായി ഇതിനകത്ത് രക്ഷയില്ല. ഇപ്പൊ ന്യായപ്രമാണം കൊടുത്തത് കർമ്മക്രിയകൾ കൊണ്ട് മനുഷ്യന് രക്ഷ നേടാൻ കഴിയത്തില്ലെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തണം. കാരണം എന്താ? ന്യായപ്രമാണത്തിൽ ഒന്ന് തെറ്റിയാൽ സകലവും തെറ്റിയെന്നൊരു ക്ലോസ് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒന്നും തെറ്റാതെ ജീവിക്കാൻ മനുഷ്യ നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തണം. അത് രണ്ടാമത്തെ ഉദ്ദേശം. 3, ആമേൻ, എങ്കിൽ മാത്രമേ വിശ്വാസത്താലുള്ള രക്ഷ മനുഷ്യൻ അംഗീകരിക്കത്തുള്ളൂ. അതിനുവേണ്ടി യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കിയാൽ മരണത്തിന്റെ അധീനതയിൽ നിന്ന് നിനക്ക് ജീവനിലേക്ക് കടക്കാൻ കഴിയും എന്ന് മനുഷ്യൻ വിശ്വസിക്കേണ്ടതിന് ഒരു ഡെമോ മരുഭൂമിയിൽ കാണിച്ചു കൊടുത്തു. എന്ത്? അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരണത്തിന്റെ അധീനതയിൽ പോകുന്നവർ മോശയോട് പറഞ്ഞൊരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തിപ്പിടിക്കുക. ഇവിടെ മരണം സംഭവിച്ചവരെല്ലാം ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിലേക്ക് നോക്കിയാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. വിശ്വാസത്താലുള്ള രക്ഷയുടെ ഒരു ഡെമോ ഇവന് കാണിച്ചു കൊടുത്തു മനുഷ്യന്. അത് പറയുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരു ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിലച്ചൻ അങ്ങനെ പറയുകയാണ്. പെന്തക്കോസുകാരെന്ന് പറയുന്ന ആളുകൾ പറയുന്നു, എന്തിനാ നിങ്ങൾ വിഗ്രഹം ഉണ്ടാക്കുന്ന, രൂപം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അച്ഛൻ പറഞ്ഞു, ഞാൻ മറുപടി പറയാം. എന്താ? മോശയോട് താമ്രസർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞത് ബൈബിളിലെ ദൈവമാ, അത് വിഗ്രഹമല്ലേ എന്ന്. അതാ ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. ദൈവത്തിന് അത് ഈ പണക്കമില്ലെന്ന്. ഹല്ലേലൂയ. അച്ഛനുള്ള മറുപടി നാളെ വീഡിയോയായി പുറത്തു വരും. എല്ലാം തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുക ഞാൻ. നാളെ വരും. അപ്പോൾ നാളെ വരാൻ ക്ഷമിക്കുക. പക്ഷെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു വിടാം. അച്ഛോ അല്ലെങ്കിൽ അച്ഛന്മാരെ അല്ലെങ്കിൽ അച്ഛൻ്റെ കുഞ്ഞാടുകളെ മോശയോട് താമ്രസർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞത് മാത്രമേ അച്ഛനും കുഞ്ഞാടുകളും വായിച്ചിട്ടുള്ളൂ. ഉണ്ടാക്കിയത് മാത്രം വായിച്ചാൽ പോരാ. ഇതും കൂടെ വായിക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അതൊന്ന് കേട്ടോ. എന്തായാലും അതിനോട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു വിടാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-1 ഒന്ന് ഓടിച്ചങ്ങ് വായിച്ചേച്ചാ പെട്ടെന്ന് 1 മുതൽ അങ്ങ് വായിച്ചേ. വായിച്ചു. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഹോശയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. അപ്പൊ പെന്തക്കോസുകാരുടെ വ്യാഖ്യാനം ഒന്നും ഇവിടെ വേണ്ട. ഒറ്റ കാര്യം പറഞ്ഞങ്ങ് വിടാം. ഹിസ്കിയാവ് രാജാവായി. ആയിക്കോട്ടെ, നമുക്ക് തന്നെ അടുത്ത വാക്ക്. അവൻ വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സ്. അവന് ഭരണം തുടങ്ങിയപ്പോ 25 വയസ്സിൽ ആ പുള്ളി ചാർജ് ഏറ്റത്. ആയിക്കോട്ടെ, നമുക്ക് തന്നെ വായിച്ചു. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. അവന് 29 വത്സരം കസേരയിൽ ഇരുന്നു. ആയിക്കോട്ടെ, നമുക്ക് എന്താ വായിച്ചു. അവന്റെ അമ്മയ്ക്ക് അബി എന്നു പേർ. അവന്റെ അമ്മയുടെ പേര് അബി എന്നാണ്. ഇനിയിപ്പോ നമുക്ക് എന്താ വായിച്ചു. അവൾ സെക്കരിയാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. നോക്കണം, യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. ആര്? പറ, ആര്? മനസ്സിലാവുന്നുണ്ടോന്ന് അറിയാനോ ചോദിക്കുന്നത്? ആര്? ഹിസ്കിയാവ്. അടുത്തത് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ അവൻ നീക്കി. വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു. വിഗ്രഹസ്തംഭങ്ങളല്ല അവൻ തകർത്തു. അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. പ്രതിഷ്ഠകളൊക്കെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. അപ്പൊ അച്ഛൻ ഉണ്ടാക്കിയതേ വായിച്ചോളൂ, ഉടച്ചത് വായിച്ചില്ല. ആമേൻ. ഉടച്ചു കളഞ്ഞു. അടുത്തത് എന്തുകൊണ്ട് ഉടച്ചെന്നും കൂടെ പറഞ്ഞു തരാം. അടുത്തത് ആ കാലം വരെ, ആ ഉടയ്ക്കുന്ന സമയം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അപ്പൊ ഉടയ്ക്കാനുള്ള കാരണം എന്തെന്നറിയാമോ? ആമേൻ. വിശ്വാസത്താലുള്ള രക്ഷ എന്തെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി താമ്രസർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞ ദൈവം ആ പ്രവൃത്തി കഴിഞ്ഞിട്ടില്ല. അവരിതിനെ വിട്ടില്ല. അവർ അതിന്റെ മുമ്പിൽ ചെന്ന് ധൂപം ആട്ടാൻ തുടങ്ങി. അതിനൊരു പേര് വിട്ടു. വായിക്കോ. അതിന് നെഗുഷ്ടാൻ എന്ന പേരിടാൻ നമ്മളാണല്ലോ മിടുക്കന്മാര്. അതിനൊരു പേരും അങ്ങ് ഇട്ടിട്ട് അതിന്റെ മുമ്പിൽ പോയി ആട്ടാൻ തുടങ്ങി. ആട്ടുന്ന കണ്ടപ്പോ തമ്പുരാൻ പറഞ്ഞു ഉടക്കടാന്ന് പറഞ്ഞു. ഉടച്ചു. അടുത്ത വാക്ക്. അവൻ ഇസ്രായേലിന്റെ ദൈവമായ
യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിമ്പും സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അടുത്ത വാക്ക്, അവൻ യഹോവയോട് ചേർന്നിരുന്ന് അടുത്തത് അവനെ വിട്ട് പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. അടുത്ത വാക്കത്തെ കാത് തുറന്ന് കേട്ടോണം. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ചോദ്യം നിങ്ങളോട്, ആരോട് കൂടെ? ധൂപം കാട്ടിയവന്റെ കൂടെയോ അതോ ഉടച്ചവന്റെ കൂടെയോ? ആരുടെ കൂടെ ആയിരുന്നു യഹോവ? ആട്ടുന്ന നിന്റെ കൂടെ അല്ല ദൈവം, ഉടച്ചവന്റെ കൂടെ ദൈവം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അച്ഛനുള്ളത് നാളെ അത് വരും. ഇതിപ്പോ ഇവിടെ പറഞ്ഞു വിട്ടെന്നല്ലേ ഉള്ളൂ. ആമേൻ. അതുകൊണ്ട് ഉണ്ടാക്കിയത് മാത്രം വായിച്ചാൽ പോരാ, ഉടച്ചതും കൂടെ വായിക്കണം. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസത്താലുള്ള രക്ഷയുടെ പ്രതീകമായി ഡെമോയായി മരുഭൂമിയിൽ ഉയർത്തിക്കാട്ടിയത് വിശ്വാസത്താലുള്ള രക്ഷയുടെ പ്രതീകമായിരുന്നെന്ന് ശമീർ ഭാഷയോട് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. എവിടെ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞു, മരുഭൂമിയിൽ മോശ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു. പാപത്തിന്റെ, നരകത്തിന്റെ, മരണത്തിന്റെ അധീനതയിൽ മനുഷ്യൻ ഉയർത്തപ്പെട്ട ക്രൂശിലേക്ക് നോക്കിയാൽ അവന്റെ പാപത്തിൽ നിന്ന് അവന് മോചനം ലഭിക്കും, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് കടക്കും. മനസ്സിലായോ? ആമേൻ. ഇതൊക്കെയാ ദൈവം ഉദ്ദേശിച്ച ന്യായപ്രമാണം കൊണ്ട്. അതിനുശേഷം ദൈവിക പദ്ധതി പ്രകാരം ഞാനെല്ലാം അങ്ങ് ഓടിച്ചു വിടുക. അവിടെ ഒത്തിരി നിന്ന് പറയേണ്ടതുണ്ട്, പ്രവാചക പുസ്തകങ്ങളുണ്ട്, അതെല്ലാം വിടുക. കാതലായ വിഷയം പറഞ്ഞ് മൈക്ക് കൊടുക്കാം. ആമേൻ. അതിനുശേഷം പ്രവചനങ്ങളെ നിവൃത്തീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തു അഥവാ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. ഈ ദൈവം വേഷത്തിൽ മനുഷ്യനായെന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പറയാം, ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? പഴയ നിയമങ്ങളിലെല്ലാം വെളിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവം ആത്മാവാകുന്നു, അവനെ കാണുന്ന നാളിൽ മരിക്കും. അത്രയധികം തേജസ്സുള്ളെന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച കേവലം ഒരു സൃഷ്ടി മാത്രമാണ് സൂര്യൻ. ആ സൂര്യന്റെ അടുത്തോട്ട് പോലും മനുഷ്യൻ ചെന്നാൽ കരിഞ്ഞു പോകും. അങ്ങനെങ്കിൽ അതിനെ ഉണ്ടാക്കിയ മഹാദൈവത്തിന്റെ തേജസ് എന്തായിരിക്കും? ആ ദൈവത്തെ മനുഷ്യന്റെ ഈ കുഞ്ഞു പീറ കണ്ണുകൊണ്ട് ഒരിക്കലും കാണാനായിട്ട് കഴിയത്തില്ല. എന്നാൽ മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും കാണാൻ കഴിയാത്ത തേജോമയനായ ദൈവമുണ്ടല്ലോ, ഈ പീറ മനുഷ്യന്റെ കുഞ്ഞിക്കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ഒരു ദേഹരൂപം സ്വീകരിച്ചു. അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞത്, അവനിലല്ലോ അഥവാ യേശുക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. വീണ്ടും പറഞ്ഞു, അവൻ അഥവാ യേശു അദൃശ്യനായ ദൈവം. അദൃശ്യനെ കാണാൻ പറ്റുമോ? അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ പ്രതിമ. അതാ ദൈവം മനുഷ്യനായെന്ന് പറയുന്നത്. ആമേൻ. ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എന്തിന്? മനുഷ്യനെ മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറേത്തുകാരനായ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് മനുഷ്യന്റെ സർവ്വ പാപഭാരവും ചുമലിൽ വഹിച്ചുകൊണ്ട് നടന്നു കയറി. ഇന്ന് രാത്രി ചാരമൂട് ദേശമേ, നീ പുറം കണ്ണടക്കണം, അകക്കണ്ണ് തുറക്കണം, കാൽവരിയിലേക്ക് നോക്കണം. ഇന്ന് രാത്രി നിനക്കൊരു കാഴ്ച കാണാം. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ, എന്റെ പ്രിയൻ. കണ്ടോ? കാൽവരിയിൽ കണ്ടാൽ തിരിച്ചറിയാത്തൊരു മാംസകഷ്ണം പോലെ പിടയുന്നത് ഇന്ന് രാത്രി നിനക്ക് കാണാമോ? സഹോദരി, നിനക്ക് കാണാമോ? ഓരോ ചാട്ടവാറടിക്കും പീസായി മാംസകഷ്ണങ്ങൾ ഇളകി തെറിച്ചു പോകുന്ന പ്രാണനാഥൻ നിനക്ക് കാണാമോ? കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതി അനുസരിപ്പിച്ച നാഥൻ വായ തുറക്കാതെ കിടക്കുന്ന നിനക്ക് കാണാമോ? ലാസറേ പുറത്തു വാ എന്ന 4 ദിവസം കഴിഞ്ഞ മരിച്ചവനെ ഒറ്റ വാചകം കൊണ്ട് പുറത്തു കൊണ്ടുവന്ന മഹാദൈവം മൗനമായിരിക്കും നിനക്ക് കാണാമോ? എന്താ യേശുവെ മിണ്ടാത്തെ? ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ ഈ റോമ ഗവൺമെന്റ് എല്ലാം ചാരമായി ചാമ്പലായി പോകത്തില്ലേ? ഒരു സൂപ്പർ ഹീറോയെ പോലെ അങ്ങ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞാൽ യേശു പറയും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും, അല്ലെങ്കിൽ ദൈവം നിന്നോട് പറയും, അവൻ മിണ്ടുകയില്ല. സഹോദരി, നീ എത്ര ചോദിച്ചാലും അവൻ വായ തുറക്കത്തില്ല. കാരണം അവൻ മൗനമായി കിടക്കുന്നത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്, അതെനിക്കും നിനക്കും വേണ്ടിയാണ്. ആ പ്രാണപ്രിയൻ കാൽവരിയിൽ തൂങ്ങുന്നത്. അവനെ നീ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസെ, നീ സ്നേഹിക്കുന്നുണ്ടോ? യോഹന്നാനെ നീ സ്നേഹിക്കുന്നുണ്ടോ? തോമാച്ച നീ സ്നേഹിക്കുന്നുണ്ടോ? സൂസമ്മേ, നിനക്ക് അവനോട് സ്നേഹമുണ്ടോ? പിന്നെ എനിക്ക് യേശുവിനെ വലിയ ഇഷ്ടാ. വെറുതെ ചുമ്മാ കള്ളം പറയല്ലേ. എങ്ങനെയാ ഇഷ്ടം പ്രകടിപ്പിക്കുന്നേ? കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറഞ്ഞു, 22 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി.
ഒളിച്ചോടിപ്പോയവളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ആ പോലീസുകാരൻ ചോദിച്ചു പോലും, കേട്ടതാ, ചോദിച്ചു, നീ എന്തിനാണ് ഇയാളുടെ കൂടെ പോയത്? നിനക്ക് അപ്പനും അമ്മയും ദേ അവർ കരയുന്ന കണ്ടോ, അവരുടെ കൂടെ പൊയ്ക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഇല്ല ആമേൻ, ആ ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ആ ചേട്ടനെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഉടനെ ആ പോലീസുകാരൻ ചോദിച്ചു, ആ ചേട്ടൻ അപ്പം നിന്നെ എത്ര വർഷമായി സ്നേഹിക്കുന്നു? 1 വർഷമായിട്ട് ആ ചേട്ടൻ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുക, എനിക്ക് ആ സ്നേഹം ഉപേക്ഷിക്കാൻ കഴിയില്ല. ആ പോലീസുകാരൻ ചോദിച്ചു, 22 വർഷം നിന്നെ സ്നേഹിച്ച സ്നേഹം നിനക്ക് മനസ്സിലായില്ലല്ലേ? അപ്പനും അമ്മയും 22 വർഷം നിന്നെ സ്നേഹിച്ച സ്നേഹം നിനക്ക് മനസ്സിലായില്ലല്ലേ? ആ സ്നേഹം നിനക്ക് വേണ്ട. 1 വർഷത്തെ സ്നേഹത്തിന് നീ വാല്യൂ ഇടുന്നു, അതിനുവേണ്ടി പെറ്റതള്ളയെ നീ ഉപേക്ഷിക്കുന്നു, അപ്പനെ നീ ഉപേക്ഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി പെണ്ണ് സകലതും ഉപേക്ഷിക്കുന്നെങ്കിൽ, 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി, 6 മാസം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ആമൻ ഇവിടെ സകലതും ഉപേക്ഷിക്കുന്നെങ്കിൽ, അവസാനത്തെ തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി ഊറ്റി തന്നിട്ട് ആമെ കാൽവരിയിൽ ആമെ സ്വന്തം ജീവൻ നിനക്ക് പകരമായി തന്നുകൊണ്ട് നിന്നെ പ്രേമിച്ച കാൽവരിയിലെ പ്രേമത്തിന്റെ മുമ്പിൽ നിനക്ക് പലരെയും വിടാൻ കഴിയുന്നില്ല. അയ്യോ ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങളുടെ ബന്ധുക്കളെ എതിർക്കും. അയ്യോ ഞങ്ങളുടെ വീട്ടിൽ 2 അച്ഛന്മാരുണ്ട്, അയ്യോ 4 കന്യാസ്ത്രീയുണ്ട്, എനിക്ക് അവരെ പിണക്കാൻ കഴിയത്തില്ല. 1 വർഷത്തെ പ്രേമത്തിന്റെ പേരിൽ അപ്പനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന നാട്ടിൽ, അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന നാട്ടിൽ, 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി കയറെ തൂങ്ങാൻ പെണ്ണ് തയ്യാറാകുന്ന നാട്ടിൽ, അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റി തന്ന് പ്രാണനെ തന്ന് നിന്നെ സ്നേഹിച്ച കാൽവരിയിലെ പ്രേമത്തിന് മുമ്പിൽ ഇന്ന് രാത്രി നീ എന്ത് പകരം കൊടുക്കും? പറയാൻ കഴിയണ്ടേ നിനക്കും എനിക്കും? കർത്താവേ, ജീവൻ തന്ന് എന്നെ സ്നേഹിച്ച അങ്ങയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ 1 അല്ല 9 വട്ടം നിനക്ക് വേണ്ടി ചാകാൻ ഞാൻ തയ്യാറാണെന്ന് പറയേണ്ടവരല്ലേ നമ്മള്? കഴിയുന്നുണ്ടോ നിനക്ക്? ആ കാൽവരിയിലെ സ്നേഹത്തിന് പകരം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ നിനക്ക്? ഇല്ലെങ്കിൽ നിന്റെ സ്നേഹം കള്ളമാണ്, നീ കള്ളിയാണ്, നീ കള്ളനാണ്. ആമേൻ. പറയാൻ കഴിയണം നിനക്ക്. കേരളത്തിന്റെ തെരുക്കോണിൽ നിന്നുകൊണ്ട് മറ്റൊരുത്തനും രക്ഷയില്ലെന്ന് ഷമീർ കൊല്ലം പ്രസംഗിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ചില ഉപദേശിമാരെ അവിടെ കാണുന്നില്ല. ആമേ പ്രസംഗം തീർന്നപ്പം കണ്ടു, എവിടെ പോയിരുന്നു? ട്രാക്ട് കൊടുക്കാൻ പോയാന്ന്. എന്താ പേടിച്ചിട്ട് 1 കിലോമീറ്റർ മാറി നിൽക്കുന്നതാ ഓടി രക്ഷപ്പെടാൻ വേണ്ടി. ആമേ എന്നിട്ട് രഹസ്യത്തിൽ വന്നിട്ട് ചോദിക്കും, അയ്യോ പാസ്റ്റർ പേടിയില്ലേ? ആമേ പേടിയില്ലാത്ത ആരാണോ ഈ ലോകത്തിൽ? പിന്നെന്താ ഇങ്ങനെ പറയുന്നത്? ആമേ എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിനു വേണ്ടി, പാപത്തിൻ്റെ പടുകുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് എന്നെ രക്ഷിപ്പാൻ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശുവിന് വേണ്ടി 1 അല്ല 9 വട്ടം മരിക്കാൻ തയ്യാറായിട്ടാണോ ഈ പുസ്തകം എടുത്തത്? അതുകൊണ്ട് പേടിയല്ല, പകരം എനിക്ക് എൻ്റെ യേശുവിനോട് സ്നേഹമുണ്ട്. ആ കാൽവരിയിലെ പ്രേമം എനിക്ക് വിശ്വാസമാണ്. ആ യേശു എന്നെ സ്നേഹിച്ചത് വ്യാജമല്ല, അത് യഥാർത്ഥ സ്നേഹമാണ്. 1 വർഷമായി 2 വർഷമായി നിന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആ കൊച്ചേട്ടനോട് ഒരു കിഡ്നി നീ ചോദിക്കണം. അതോടെ തീരും. നിന്റെ കിഡ്നി ഫെയിലായി, ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നി മാറ്റി വെക്കണം ഉടനെ എന്ന്. ചേട്ടൻ തരുവോ? പിന്നെ അവൻ മൊബൈൽ പോലും സ്വിച്ച് ഓഫ് ചെയ്ത് കളയും. കിഡ്നി ചീത്തയായി നിന്നെ അവനെന്തിന്? പോരാത്തതിന് അവൻ്റെ ഒന്നുകൂടെ ചോദിക്കുക, അവനെന്തിന്? ആമേൻ. ഒരു കിഡ്നി ചോദിച്ചാൽ തരാത്ത സ്നേഹമല്ല, അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന സ്നേഹം. ഇന്ന് രാത്രി നീ ഏതിന് പ്രാധാന്യം കൊടുക്കും? ഈ ലോകത്തിന്റെ മായയായിരിക്കുന്ന മായാ സ്നേഹത്തിലല്ല, മറിച്ച് കാൽവരിയിൽ പ്രദർശിപ്പിക്കപ്പെട്ട യഥാർത്ഥ സ്നേഹത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി സമർപ്പിക്കാൻ കഴിയുമോ? ആമേൻ. അതാണ് രക്ഷ. എനിക്ക് പകരമായി മരിച്ച നാഥനെ, ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങേക്ക് വേണ്ടിയാണ്. അങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുന്ന നിമിഷം നീ രക്ഷിക്കപ്പെടുമെന്ന് വിശുദ്ധ ബൈബിൾ, നിനക്ക് പാപമോചനം ലഭിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറഞ്ഞവസാനിപ്പിക്കാം. അങ്ങനെ രക്ഷിക്കപ്പെട്ടവൻ ഇന്ന് മുതൽ എൻ്റെ ജീവിതം ഞാൻ യേശുവിനായി കൊടുത്തെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ശുശ്രൂഷയാണ് സ്നാനം. ആരും അറിയാതെ സെൻട്രൽ സഭയിലെ സ്നാനത്തൊട്ടി രഹസ്യത്തിൽ കൊണ്ടുപോയി അല്ല മുക്കേണ്ടത്. പരസ്യമായി ലോകത്തോട് നീ സാക്ഷിക്കണം, ഇന്ന് മുതൽ എൻ്റെ ജീവിതം ഞാൻ യേശുവിന് വേണ്ടി കൊടുത്തിരിക്കുകയാണെന്ന്. പബ്ലിക്കായി ജനം കാണുക നീ പരസ്യമായി സാക്ഷിക്കുന്നതിൻ്റെ പേരാണ് സ്നാനം. അത് പറഞ്ഞ് ഞാൻ നിർത്താൻ കേട്ടോ. എനിക്കറിയാം സമയം പോയി, എങ്കിലും പറയാം. അത് എന്താ ഈ സ്നാനം? നിങ്ങൾ പറയുന്ന വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു, കർത്താവ് വരും എന്നെ കൊണ്ടുപോകും. അല്ല,
അതല്ല. സ്നാനം കൊണ്ട് കർത്താവ് വന്ന് വെള്ളത്തിൽ മുങ്ങനെല്ലാം വാരിക്കെട്ടിക്കൊണ്ട് പോവുകയാണോ? അല്ല. അതിനപ്പുറത്ത് അതിനൊരു ഗൗരവമുണ്ട്. അതൊരു വാക്കിൽ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ഒന്ന് വന്നാട്ടെ ദൈവദാസനെ, ഒന്ന് വന്നാട്ടെ. നോക്കേ, ഇങ്ങോട്ട് നോക്കേ. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ ഞാൻ പാപത്തോട് ടാറ്റ പറഞ്ഞ് രക്ഷിക്കപ്പെട്ടെങ്കിൽ പരസ്യമായി യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുന്ന, അവനോടുകൂടെ അടക്കപ്പെടുന്ന, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാകണം. അതാണ് വിശ്വാസ ജീവിതം. നിങ്ങൾ എന്നെ നോക്കേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണം. ഇനി ഞാൻ ക്രിസ്തുവുമായി ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഇനി ഇങ്ങോട്ട് നോക്കേ, എന്നെ നോക്കേ. ഞാൻ യേശുവായിട്ട് ക്രൂശിക്കപ്പെട്ടിരിക്കുക അല്ലേ? വിശ്വാസ ജീവിതം സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ഇനി യേശു എവിടൊക്കെ പോന്നോ അവിടൊക്കെ എനിക്കും പോവാം. യേശു എന്തൊക്കെ പറയുമോ അതൊക്കെ എനിക്ക് പറയാം. യേശു എന്തൊക്കെ കാണുമോ അതൊക്കെ എനിക്ക് യേശുവിൻ്റെ കൂടെ ഇരുന്ന് കാണാം. ആമേൻ. യേശു എവിടെ പോത്തില്ലയോ അവിടെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അതാ വിശ്വാസ ജീവിതം. ആമേൻ. ഞാൻ യേശുവിനോട് പറയാം, യേശുവേ നമുക്ക് ആ ബാഹുബലി ഒന്ന് കണ്ടേച്ചു വരാം, ബാ. ആമേൻ, ആമേൻ. കർത്താവ് പറയും, നോ, ആ പണിക്ക് ഞാൻ പോകാറില്ല, നീ എന്നെ വിട്ടേക്ക്, പോയിക്കോ. അവിടെ വെച്ച് ബന്ധം പിരിഞ്ഞു. ആമേൻ. നിന്റെ ഇഷ്ടത്തിന് നീ പോകുന്ന വഴിയെ കർത്താവിനെ പിടിച്ചോണ്ട് പോകുന്നത് അല്ല വിശ്വാസ ജീവിതം. ഗലാത്യ ലേഖനം 5:16 പറയുന്നു, ആത്മാവിനെ അനുസരിപ്പിൻ, ജഡത്തെ മരിപ്പിപ്പിൻ. ആത്മാവിന്റെ അഭിലാഷം ജഡത്തിന്റെ അഭിലാഷത്തിന് വിരോധമായിരിക്കുന്നു. എന്താ വാക്കിന്റെ അർത്ഥമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പെന്തക്കോസുകാരാ? ജഡത്തിന്റെ അഭിലാഷം, ജഡം സമം ശരീരം, അഭിലാഷം സമം ആഗ്രഹം. ജഡത്തിന്റെ ആഗ്രഹം ആത്മാവിന്റെ ആഗ്രഹത്തിന് വിരോധമാണെന്ന്. നിന്റെ ശരീരത്തിനൊക്കെ അത് വേണം, ഇത് വേണമല്ലോ, അത് വേണം, നീ അവിടത്തേക്ക് ഇവിടത്തേക്ക് പെയിന്റ് അടിക്ക്, ചുണ്ടത്തടിക്ക്, അവിടെ തുളയ്ക്ക്, ഇവിടെ തുളയ്ക്ക്, കുത്തി തുളയ്ക്കെന്നൊക്കെ ശരീരം പറയുമ്പോൾ, ശരീരം ആഗ്രഹിക്കുന്നതെല്ലാം നീ ചെയ്തു കൊടുത്താൽ വചനം പറയുന്നു ആത്മാവിന്റെ ആഗ്രഹത്തിന് വിരോധമായിരിക്കുന്നു. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിശ്വാസ ജീവിതം എന്താന്ന് ഇനി നിന്ന് അങ്ങോട്ട് പറയണം ലേഖനത്തിലൂടെ. അല്ല, നീ വിചാരിച്ചു എട്ടിക്കപ്പെട്ടു ആനന്ദി പൊങ്ങി വെള്ളത്തിൽ മുങ്ങി പൊങ്ങി തുത്തുന്ന് അടിക്കും, വെള്ളത്തിൽ മുങ്ങിയനെല്ലാം കൂടെ വാരിക്കെട്ടിക്കൊണ്ട് പോകാൻ യേശു വരുന്നതെന്ന്. ചുമ്മാതാ. അതാ രണ്ടാമത്തെ ഭാഗം പറഞ്ഞത്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. കാത്തു നിൽക്കുന്നത് ലോകക്കാരല്ല, കാത്തു നിൽക്കുന്നത് സഭയാണ്, കാത്തു നിൽക്കുന്നത് മണവാട്ടിയാണ്. ആ മണവാട്ടിയെ ചേർക്കുവാൻ യേശു വരുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇനി പാട്ടൊന്നും പാടത്തില്ല, നിയോഗിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുക. നമ്മെ ചേർക്കാൻ യേശു വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസം ഉണ്ടായി? ആമേൻ. ഇപ്പം പഠിച്ചു വട്ട എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരിപ്പോൾ ചോദിക്കുന്നു, മധ്യാകാശം എന്ന് പറഞ്ഞ വാക്ക് എവിടാ ബൈബിളിൽ എന്ന് പറഞ്ഞാൽ രഹസ്യമായി മണവാട്ടിയെ ചേർക്കാൻ യേശു മേഘപ്രത്യക്ഷതയെ വരത്തില്ല, മഹത്വത്തിൽ പരസ്യമായി വന്ന് വരുന്ന വരവേ ഉള്ളൂ, രഹസ്യവരവില്ലെന്ന്. അതിന് ചോദിക്കുന്നത് മേഘത്തിൽ ഇരിക്കുന്ന വാക്യം എവിടാന്ന്. എടോ പണ്ഡിത ശിരോമണി, എന്തുകൊണ്ടാ അപ്പച്ചന്മാരങ്ങനെ പഠിപ്പിച്ചോ നിനക്കറിയാമോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ പ്പെടും എന്ന് മാത്രമല്ല, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന വാക്യം കൂടെ അപ്പച്ചന്മാരുടെ ചങ്കിനകത്ത് കയറിയപ്പോൾ മേഘത്തിൽ എടുക്കപ്പെടുന്ന മണവാട്ടി കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന് വായിച്ചപ്പോൾ അവർ പറഞ്ഞു മേഘത്തിൽ ഇരിക്കുമെന്ന്. അല്ല, ഇനി നിനക്ക് തർക്കമുണ്ടെങ്കിൽ മേഘത്തിൽ ഇരിക്കത്തില്ല, കർത്താവ് ഇരിക്കുന്ന റോഡിലാണെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്നോളാടോ, കർത്താവ് ഇരിക്കുന്ന പുഴവക്കത്താണെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്നോളാടോ. കർത്താവ് എവിടെ ഇരിക്കുന്നോ അവിടെ മണവാട്ടി ഇരിക്കും. അതാ യേശു പറഞ്ഞത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു എവിടാണോ ഇരിക്കുന്നത് അവിടെ ഞങ്ങൾ ഇരുന്നോളാം. പണ്ഡിതന്മാർ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പറയാം, മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ യേശു വേഗത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ലോക സംഭവങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ രണ്ടാം വരവിനെ വിളിച്ചറിയിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, ഗൗരവമോടെ ശ്രദ്ധിക്കണം. എതിർ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ഈ ലോകം തയ്യാറായി കഴിഞ്ഞു. സകല സിസ്റ്റങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ച് മൈക്ക് കൈമാറുന്നു. പ്രാണനാഥനെ സ്വീകരിപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ?